السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മൾ ശനിയാഴ്ച ദിവസം എടുത്തു പോരുന്ന ദർസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിത്യജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലെയും സുന്നത്തുകളെ വിശദീകരിക്കുന്ന തെളിവുൾപ്പെടെ ഹദീസുകൾ ഉൾപ്പെടെ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പം അതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കേട്ടതുപോലെ ഓരോ വക്തിനെയും അടിസ്ഥാനമാക്കി നമ്മൾ ആ സമയത്തുള്ള സുന്നത്തുകൾ എന്തൊക്കെയാണ് എന്ന് പറയുകയുണ്ടായി. ഫജറിന് മുമ്പുള്ള സുന്നത്ത്, ഫജറിന് ശേഷമുള്ള സുന്നത്ത്, ദുഹാ സമയത്തുള്ള സുന്നത്ത്, ളുഹറിൻ്റെ സമയത്തുള്ളതും അസറിൻ്റെയും മഗ്രിബിൻ്റെയും ഇശായിൻ്റെയും സുന്നത്തുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിനുശേഷം പിന്നീട് ഓരോ പ്രത്യേകമായ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ഉറക്കം, അതുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ, ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട സുന്നത്തുകൾ തുടങ്ങിയവയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കേണ്ടത് സുനനുൻ ഫിൽ ലിബാസി വസ്സീന, വസ്ത്രം ധരിക്കുമ്പോഴും അതുപോലെ അലങ്കാരം സ്വീകരിക്കുമ്പോഴുമുള്ള സുന്നത്തുകളാണ്. ദീനുൽ ഇസ്ലാമിൽ നല്ല വസ്ത്രവും നല്ല അലങ്കാരവും ഒക്കെ സ്വീകരിക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പ്രത്യേകമായ സുന്നത്തുകളും പറയുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട സുന്നത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അപ്പം അദ്ദേഹം ഒന്നാമതായി പറയുന്നത് മിനസുന്നത്തി അത്തയാമുനു ഫിത്തനഉൽ, ചെരുപ്പ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട സുന്നത്താണ് ആരംഭിച്ചത്. അതിൽ അദ്ദേഹം പറയുന്നത് മിനസുന്ന, സുന്നത്തിൽപ്പെട്ടതാണ് അത്തയാമുനു ഫിത്തനഉൽ, ചെരുപ്പ് ധരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വലത് കാല് കൊണ്ട് ആരംഭിക്കുക എന്നുള്ളതാണ്. അപ്പം അതിൽ പോലും നമുക്ക് സുന്നത്തുണ്ട്. ഒരു ചെരുപ്പ് ധരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷൂസ് ധരിക്കുമ്പോൾ അതിനെ വലത് കാലം മുന്തിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ സുന്നത്താണ്. അതുപോലെ അഴിച്ചു വെക്കുന്ന സമയത്ത് വലത് കാലിനെ പിന്തിക്കുക എന്നുള്ളതും, അഥവാ ആദ്യം ഇടത് കാലിനെ മുന്തിച്ച് വലത് കാലിന് അവസാനം ഊരുക എന്നുള്ളതും സഹോദരങ്ങളെ സുന്നത്താണ്. മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ തഅല അഹദുക്കും ഫൽയബ്ദ ബിൽ യമീൻ, നിങ്ങളിൽ ഒരാൾ ചെരുപ്പ് ധരിക്കാൻ ഒരുങ്ങിയാൽ അവൻ എന്ത് ചെയ്യട്ടെ, വലത് കാൽ ആരംഭിക്കട്ടെ. വഇദാ നസഅ, ഇനി ചെരുപ്പ് ഊരുമ്പോഴോ ഫൽയബ്ദ ബിശ്ശിമാൽ, അവൻ ഇടത് കാല് ആദ്യം ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ധരിക്കുമ്പോൾ വലത് കാലും ഊരുമ്പോൾ ഇടത് കാലുമാണ് മുന്തിക്കുന്നത്. ലിയകുനിൽ യുംന അവ്വലുഹാ തുൻഅലു വആഖിറുഹുമാ തുൻസ, അങ്ങനെ എന്ത് ചെയ്യണം, വലത് കാല് ആദ്യം അത് ധരിക്കുന്നതും അവസാനം ഊരുന്നതും വലത് കാലായിരിക്കണം. വലത് കാലായിരിക്കും ആദ്യം ധരിക്കപ്പെടുക, വലത് കാലിനായിരിക്കും ആദ്യം ധരിക്കപ്പെടുക, അവസാനം അത് ഊരുന്നതും അത് തന്നെയാണ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അബൂ ഹുറൈറ ഇമാം മുസ്ലിമിൽ നിന്ന് ധരിക്കുന്ന ഹദീസിൽ കാണാം ചെറിയ വ്യത്യാസം, ചില ഇതിലില്ലാത്ത ചില ഫായിദകൾ ഈ ഹദീസിലുണ്ട്. ഇദൻ തഅല അഹദുക്കും ഫൽയബ്ദ ബിൽ യുംന, നിങ്ങളിൽ ഒരാൾ ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കാല് കൊണ്ട് ആരംഭിക്കട്ടെ. വഇദാ ഖലഅ ഫൽയബ്ദ ബിശ്ശിമാൽ, ഊരുമ്പോൾ ഇടത് കാലും ആരംഭിക്കട്ടെ. നമ്മൾ കേട്ടതാണ്. നല്ലൊരു പറയുന്നു, വൽ യുൻഇൽഹുമാ ജമീഅ ഔ ലയഖ്ലഉഹുമാ ജമീഅ, ഒന്നുകിൽ അവൻ രണ്ടും ധരിക്കട്ടെ അല്ലെങ്കിൽ രണ്ടും ഊരി വെക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചെരുപ്പ് ധരിക്കുമ്പോഴുള്ള മറ്റൊരു സുന്നത്താണ്, നമ്മൾ ധരിക്കുന്നതാണെങ്കിൽ രണ്ട് ചെരുപ്പ് ഒരുമിച്ച് ധരിക്കണം. ഊരി വെക്കുകയാണെങ്കിൽ രണ്ട് ചെരുപ്പും ഊരി വെക്കണം. അതൊന്നുകൂടി വ്യക്തമായിട്ട് മറ്റൊരു ലഫ്സിൽ ഇമാം മുസ്ലിം തന്നെ ഉദ്ധരിക്കുന്നുണ്ട്, ലാ യംഷി അഹദുക്കും ഫീ നഅലിൻ വാഹിദ, നിങ്ങൾ ഒരാളും ഒറ്റ ചെരുപ്പിട്ടുകൊണ്ട് നടക്കാൻ പാടില്ല. വൽ യുൻഇൽഹുമാ ജമീഅ വൽ യുൻഇൽഹുമാ ജമീഅ ഔ ലയഖ്ലഉഹുമാ ജമീഅ, ഒന്നുകിൽ രണ്ടും അവൻ ധരിക്കട്ടെ, രണ്ട് ചെരുപ്പ് അണിയട്ടെ, അല്ലെങ്കിൽ രണ്ട് ചെരുപ്പും അവൻ അഴിച്ചു വെക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം നമ്മൾ ചില സമയത്തൊക്കെ നമുക്ക് ചെരുപ്പ് പൊട്ടുമ്പോൾ, ചെരുപ്പിന്റെ വാറൊക്കെ പൊട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ചെരുപ്പിന്റെ ഒക്കെ വാറ പൊട്ടുമ്പോൾ ഒരുമിച്ച് പൊട്ടൂല. അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതും ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇദൻഖതഅ ശിസ്ഉ അഹദിക്കും, നിങ്ങൾ ഒരാളുടെ ചെരുപ്പിന്റെ ഷിസ്, അതിന്റെ വാറ് പൊട്ടിപ്പോയാൽ ഫല യംശി ഫിൽ ഉഖ്റ ഹത്താ യുസ്ലിഹഹാ, ആ വാറ് ശരിയാക്കിയിട്ടല്ലാതെ ഒറ്റ ചെരുപ്പിൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ നടക്കരുത്. ഒരു ചെരുപ്പ് പൊട്ടിപ്പോയി പോകുന്ന ഒരു യാത്രയിൽ, അപ്പോൾ ആ യാത്ര നമ്മൾ പൂർത്തിയാക്കുന്ന സമയത്ത് ആ ഒറ്റ ചെരുപ്പിട്ടുകൊണ്ട് നമ്മൾ യാത്ര
ചെയ്യരുത്. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് ചെരുപ്പും അങ്ങോട്ട് ഒഴിവാക്കി വെക്കുക. രണ്ട് ചെരുപ്പും നമ്മൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ നമ്മളത് ശരിയാക്കിയതിന് ശേഷം രണ്ടും കൂടി അണിയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചെരുപ്പുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളെ 3 സുന്നത്തുകളാണ് ഈ ഹദീസിൽ നമുക്ക്, ഈ 2 ഹദീസുകളിൽ നിന്നും അല്ലെങ്കിൽ വ്യത്യസ്ത റിവായത്തുകളിൽ നിന്നും 3 സുന്നത്തുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒന്നാമത്തേത് ചെരുപ്പ് ധരിക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ വലതുകൊണ്ട് ആരംഭിക്കുക. ചെരുപ്പ് അഴിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇടതുകൊണ്ട് ആരംഭിക്കുക. ഈ 2 കാര്യങ്ങൾ. മൂന്നാമത്തത് അവൻ ഒന്നുകിൽ അവൻ എന്ത് ചെയ്യട്ടെ, 2 ചെരുപ്പും അത് അവൻ ധരിക്കട്ടെ, അല്ലെങ്കിൽ 2 ചെരുപ്പും അവൻ അയച്ചു വെക്കട്ടെ. എത്രത്തോളം അവൻ ഒറ്റക്കാലിൽ അവൻ നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഒറ്റക്കാലിൽ ചെരുപ്പ് ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാര് പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഹാഫിദ് നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ അഭിപ്രായമാണ്, അതൊരു വഖാറത്തിനെതിരാണ്, ഒരാളുടെ ഗാംഭീര്യത്തിന് കോട്ടം വരുത്തുന്ന ഒരു കാര്യമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗാംഭീര്യത്തോടു കൂടി നടക്കലും അതുപോലെ അവൻ്റെ രൂപമൊക്കെ അത് ആവശ്യമുള്ള കാര്യമാണ്. അങ്ങനെ ഒരൊറ്റക്കാലിൽ ചെരുപ്പ് പൊട്ടി അങ്ങനെ ഒരു നൊണ്ടി നടക്കേണ്ട ഒരവസ്ഥ അങ്ങനെ ചെയ്യരുത്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാരണമായി അദ്ദേഹം പറയുന്നത്. ഒരു മനുഷ്യൻ എന്ത് ചെയ്യട്ടെ, അങ്ങനെ ഒരു ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടി അയച്ചു വെച്ച് മാറ്റിയിട്ട് നല്ലപോലെ നടന്നിട്ട് പിന്നീട് ചെരുപ്പ് വാങ്ങുകയോ നന്നാക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം ധരിക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ ചില പണ്ഡിതന്മാർ ഈ നവവി റഹിമഹുല്ലാഹ് പറഞ്ഞതിന് പുറമെ മറ്റൊരു ഹിക്മത്ത് കൂടി പറഞ്ഞിട്ടുണ്ട്. അതിന് പിൻബലമായി ഒരു ഹദീസ് ഉണ്ട്, അത് സ്ഥിരപ്പെടുകയാണെങ്കിൽ അത് അതിന്റെ ഹിക്മത്ത് തന്നെയാണ്. അഥവാ പിശാജിനോട് എതിരാവുക എന്നുള്ളതാണ്. പിശാജ് ഒറ്റ ചെരുപ്പിട്ട് നടക്കുന്നവരാണ് എന്ന് ഇമാം അത്ത്-തഹാവി അദ്ദേഹത്തിന്റെ മുഷ്കിലുൽ ആസാറിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് സഹീഹാണെന്ന് വിലയിരുത്തിയ ഹദീസ് തന്നെയാണ്. ഇന്ന ശൈത്താന യംശി ഫി അൽ-നഅ്ലിൽ വാഹിദ, തീർച്ചയായും പിശാച് അവൻ ഒറ്റ ചെരുപ്പിട്ടാണ് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരീഅത്തിൽ പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പിശാചിനോടും മൃഗങ്ങളോടൊക്കെ എതിരാകാൻ പറയുക എന്നുള്ളത് ശരീഅത്തിന്റെ ഒരു പൊതു താല്പര്യത്തിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒറ്റ ചെരുപ്പിട്ടുകൊണ്ട് നമ്മൾ ഒഴിവാക്കണം, നടക്കാൻ പാടില്ല. അപ്പോൾ 3 സുന്നത്തുകൾ ചെരുപ്പുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ഷൂസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടായി. അപ്പോൾ ചെരുപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു സുന്നത്ത് കൂടിയുണ്ട്. അത് സഹോദരങ്ങളെ ചെരുപ്പിട്ടുകൊണ്ടുള്ള നിസ്കാരം. നിസ്കാരം അത് പലർക്കും ഈ ഒരു കാലഘട്ടത്തിൽ അറിയാത്തൊരു സുന്നത്താണ്. നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല, അത് അങ്ങനെ ഒരു സുന്നത്താണ് എന്നുള്ളത് പോലും അറിയില്ല. കാരണം പലരും ധരിച്ചിരിക്കുന്നത് നേരെ തിരിച്ചാണ്. അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് നിസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അദബ് കേടല്ലേ, അല്ലെങ്കിൽ ഒരു മര്യാദ കേടാണ്. അത് അള്ളാന്റെ മുമ്പിൽ അങ്ങനെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മസ്ജിദിൽ അങ്ങനെ കയറുമ്പോൾ അങ്ങനെ ചെരുപ്പിട്ട് നിസ്കരിക്കുക, ഷൂസ് ഇട്ട് നിസ്കരിക്കുക തെറ്റാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. സഈദ് ബിൻ യസീദ് അദ്ദേഹം പറയുകയാണ് റളിയല്ലാഹു അൻഹു, സഅൽതു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഞാൻ സഹാബിയായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമാണ്, ചോദിക്കേണ്ടായി അകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീ നഅലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചെരുപ്പിട്ട് നിസ്കരിക്കുമായിരുന്നോ? അദ്ദേഹം പറഞ്ഞു നഅം, അതെ ചെരുപ്പിട്ട് നിസ്കരിക്കുമായിരുന്നു. ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസ് തന്നെയാണത്. അല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വ്യക്തമായി പറയുന്നത് സഹോദരങ്ങളെ, ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ചത് നമുക്ക് കാണാം. ഖാലിഫുൽ യഹൂദ്, നിങ്ങൾ യഹൂദരോട് എതിരാകണം. ഫഇന്നഹും ലാ യുസല്ലൂന ഫീ നിആലിഹിം, യഹൂദർ എന്ത് ചെയ്യില്ല, അവർ ചെരുപ്പിട്ട് നിസ്കരിക്കുകയില്ല. വലാ ഖിഫാഫിഹിം, അവരുടെ ഖുഫ് ഇട്ടിട്ട് അവർ നിസ്കരിക്കൂല. ചെരുപ്പുമില്ല, ഷൂസ് പോലത്തെ ഖുഫയും ഇത് രണ്ടും ഇട്ട് യഹൂദർ നിസ്കരിക്കില്ല. അവർക്ക് നിസ്കാരമുണ്ട്, അപ്പൊ അവരങ്ങനെ നിസ്കരിക്കില്ല. അതിനോട് എതിരാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ സാന്ദർഭികമായി പണ്ഡിതന്മാർ ഉണർത്താറുള്ള ഒരു കാര്യമാണ്, ഈ ഒരു സുന്നത്ത് നമ്മൾ ഏതൊരു സുന്നത്തും ശരീഅത്തിൽ നമ്മൾ അത് കൊണ്ടുവരുന്ന സമയത്ത് ആ സുന്നത്ത് കൊണ്ടുവരുമ്പോൾ അതിനേക്കാളും വലിയൊരു ഫസാദ്, ഒരു മഫ്സദത്ത് അവിടെ ഉണ്ടാകുമെങ്കിൽ നമ്മൾ അത്തരം ചില സുന്നത്തുകൾ ചിലപ്പോൾ നമ്മൾ ചില സന്ദർഭങ്ങളിൽ ചില ഇടങ്ങളിൽ ചില ആളുകൾക്കിടയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒഴിവാക്കേണ്ടി വരും. ഇപ്പൊ ഒരു നാട്ടിൽ ആർക്കും ഈ ഒരു സുന്നത്ത് അറിയില്ല. നമ്മളെങ്ങാനും പോയി ഇങ്ങനെ ചെരുപ്പിട്ടിട്ടോ ഷൂസ് ഇട്ടിട്ടോ ഒക്കെ നിസ്കരിച്ചാൽ ചിലപ്പോൾ നമ്മൾ ചീത്ത പറയുന്ന ഒരു അവസ്ഥയായിരിക്കും. ഇതെന്തും മനുഷ്യനാണ് പുതിയത് കൊണ്ടുവന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വലിയൊരു ഫിത്ന അവിടെ ഉണ്ടാകും എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല. പണ്ഡിതന്മാർ പറയുന്നു, നമ്മൾ നേരെ പോയി അങ്ങനെ തുടങ്ങരുത്. അല്ല, ആദ്യം അവർക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഈ പറഞ്ഞതുപോലെയുള്ള ഈ ഹദീസുകളൊക്കെ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അതിന് പാകപ്പെടുത്തണം. അവർക്ക് അറിയാത്തൊരു കാര്യം പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യനെന്താണ്, അവൻ്റെ അറിവില്ലായ്മയുടെ അവൻ ശത്രുവാണ് എപ്പോഴും. അവൻ എന്ത് ചെയ്യും, അവൻ വലിയ രീതിയിലൊക്കെ പ്രതികരിക്കും. അതുപോലെ തന്നെ ഈ രൂപത്തിലൊക്കെയുള്ള നമ്മുടെ മസ്ജിദിലൊക്കെ ഉള്ളതുപോലുള്ള കാർപ്പറ്റുകളെ കുറിച്ചും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇത്തരം കാർപ്പറ്റുകളിൽ നമ്മൾ എന്ത് ചെയ്യരുത്,
നമ്മൾ ആ പുറത്തിട്ട് നടക്കുന്ന ചെരുപ്പും ഷൂസും കയറ്റരുത്. കാരണം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇത്തരം കാർപ്പറ്റുകളിൽ ഷൂസോ ചെരുപ്പോ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായി ഇവിടെ അഴുക്കുണ്ടാകും. മസ്ജിദിൽ അഴുക്ക് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് ശരീഅത്തിന് താല്പര്യം. മസ്ജിദിൽ ഒരു അഴുക്കും ഉണ്ടാക്കാൻ പാടില്ല. മസ്ജിദിൽ ഉണ്ടാക്കുന്ന അഴുക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് നീക്കിയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാർപ്പറ്റുകളും മറ്റുമൊക്കെ ഉള്ള ഇന്ന് ആധുനിക സൗകര്യമുള്ള മസ്ജിദുകളിലും അത് ചെയ്യേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അത് മസ്ജിദിന് കൂടുതൽ അതിൻ്റെ നവാഫത്തിന്, അതിൻ്റെ ശുദ്ധിയെ അത് ബാധിക്കുന്നതാണ് എന്നാണ്. എന്നാൽ ഇതിൻ്റെ അർത്ഥം സഹോദരങ്ങളെ, നമ്മൾ സുന്നത്തിനെ കൈവടിയുക എന്നുള്ളതല്ല. നമ്മൾ ഈ കിതാബ് വായിക്കുന്നത് തന്നെ പരമാവധി സുന്നത്തുകൾ പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് എവിടെയാണ് ഇത് പാലിക്കാൻ പറ്റുക? ഒരുപാട് സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പ്രത്യേകിച്ചും വിദേശത്തൊക്കെ പോവുകയാണെങ്കിൽ, നമ്മൾ വെളിയിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മസ്ജിദുകളില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് മരുഭൂമിയിലോ അല്ലെങ്കിൽ പാർക്കിലോ ഒക്കെ നിസ്കരിക്കേണ്ടി വരികയാണെങ്കിൽ ആളുകൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അവർ ഇട്ട ഷൂസോ അല്ലെങ്കിൽ ചെരുപ്പിലോ ഒക്കെ നിസ്കരിക്കാവുന്നതാണ്. ഇനി അതല്ല, ഇതേപോലെ പഴയ കാലത്ത് അതേ നിലയിൽ തന്നെ മണ്ണോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ നിലം അങ്ങനെ ആ രൂപത്തിൽ പോകുന്ന മസ്ജിദുകൾ ഉണ്ടെങ്കിൽ അവിടെയും നമുക്കത് ചെയ്യാവുന്നതാണ്. അല്ല, എല്ലാ രാജ്യം, ഇപ്പം എത്രയോ ആഫ്രിക്കൻ രാജ്യങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്നും നിലത്ത് മണ്ണുള്ള മസ്ജിദുകളുണ്ട് എന്നാണ്, ഇന്നുണ്ട്. ഇനി അതല്ല, ഒരു നാട്ടിൽ ഒരുപാട് മതവിദ്യാർത്ഥികളും അങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ ഉള്ള ഒരു നാടാണ്, അങ്ങനെയൊക്കെ ദർസുകളൊക്കെ നടക്കുന്നതാണ്, അവിടെ എല്ലാവർക്കും സുന്നത്ത് അറിയാം. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്തും എന്ത് ചെയ്യാൻ പറ്റും? ആളുകൾക്ക് ഇത്തരം സുന്നത്തുകൾ പാലിക്കാൻ പറ്റും. ഇനി അല്ല, വേണ്ട, നമുക്ക് വീട്ടിൽ പാലിക്കാം എന്നാണ് പണ്ഡിതന്മാർ പറയുക. ഒരാൾക്ക് അങ്ങനെ ഒരു ഷൂസ് ഇട്ടുകൊണ്ടുള്ള ഒരു നിസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? അവൻ്റെ വീട്ടിൽ നിസ്കരിച്ചൂടെ? ഒരു ഷൂസ് അതിനുണ്ടെങ്കിൽ അത്തരം എന്ത് ചെയ്യാം? അവനങ്ങനെ ഈ ഒരു സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഈ ഒരു സുന്നത്ത് അവന് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചെരുപ്പ് കൊണ്ടുള്ള നിസ്കാരം എന്നുള്ള കാര്യമുണ്ട്. പക്ഷേ നാം ഈ പറഞ്ഞതുപോലെയുള്ള അതിൻ്റെ വിശദീകരണം സഹോദരങ്ങളെ മനസ്സിലാക്കുക. കാരണം ചില ആളുകൾ ചിലപ്പോൾ സുന്നത്തിനോടുള്ള താല്പര്യം കൊണ്ടായിരിക്കും, പക്ഷെ അവർ മറ്റൊന്നും ചിന്തിക്കുകയില്ല. ഇത്തരത്തിലുള്ള മസ്ജിദുകളിലേക്കൊക്കെ ചിലപ്പോൾ അവർ ഷൂസോ ചെരുപ്പോ ഒക്കെ ഇട്ട് കയറിയേക്കും. എന്നിട്ട് ചിലപ്പോൾ അവിടെ ആരെങ്കിലുമൊക്കെ അറിയാതെ ദേഷ്യം പിടിച്ചാൽ ഈ സുന്നത്തിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് അയാളോട് ദേഷ്യം പിടിക്കേണ്ട ആവശ്യമില്ല. രണ്ട് കാര്യമാണ് നമ്മൾ പറഞ്ഞു. ഒന്ന്, ഈ വ്യക്തിക്ക് ആ സുന്നത്തിനെ കുറിച്ച് അറിയില്ല. ഇയാൾ വിചാരിക്കുന്നത് നീ എന്തോ ഒരു മര്യാദകേട് കാണിക്കുകയാണ് എന്നതുകൊണ്ടാണ് അയാൾ അങ്ങനെ പ്രതികരിച്ചത്. അയാൾ അറിവില്ലാത്തത് കൊണ്ടാണ്. അയാൾ നീ ആദ്യം പഠിപ്പിക്കണമായിരുന്നു. അയാൾക്ക് ഈ ഹദീസുകളൊക്കെ മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. നീ ഒറ്റയടിക്ക് വന്ന് അപ്പം ആ ദേഷ്യം പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഹദീസുകൾ പറഞ്ഞു കൊടുത്താൽ അയാൾ ചിലപ്പോൾ സ്വീകരിച്ചുള്ളത്. അയാളുടെ ബാധ്യതയാണ് സ്വീകരിക്കൽ, ഹദീസാണെന്ന് അറിയപ്പെട്ടാൽ. പക്ഷേ നമുക്കൊരു ഹിക്മത്ത് വേണം. നമ്മൾ എന്ത് ചെയ്യണം? അയാൾ ആദ്യമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയുള്ളൊരു മസ്ജിദിൽ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെ ഇത്തരം സുന്നത്തുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത് നമ്മൾ പറഞ്ഞു, ഈ ആധുനിക ഈ രൂപത്തിലുള്ള കാർപ്പറ്റുകളും മറ്റുമൊക്കെ വിരിച്ചിട്ടുള്ള മസ്ജിദുകളിൽ നമ്മൾ ചെരുപ്പോ ഷൂസോ ഇട്ടാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അറിയുന്ന കാര്യമാണ്, അതിന് അഴുക്കുണ്ടാക്കുന്നതാണ്. അങ്ങനെ അഴുക്കുണ്ടാക്കാൻ പാടില്ല. മസ്ജിദുകളിൽ അഴുക്കുണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ചെരുപ്പുമായി ബന്ധപ്പെട്ട ചില സുന്നത്തുകളാണ് ഇവിടെ പറഞ്ഞത്. പിന്നീട് അദ്ദേഹം വസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മിനസ്സുന്നത്തി ലുബ്സുൽ ബയാളി മിനസ്സിയാബ്, വസ്ത്രത്തിൽ നിന്നും വെള്ള തിരഞ്ഞെടുക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽബസു മിൻ സിയാബിക്കുമുൽ ബയാദ്, നിങ്ങളുടെ വസ്ത്രങ്ങളിൽ വെള്ള നിങ്ങൾ ധരിക്കുക. ഫൈനഹ മിൻ ഖൈരി സിയാബിക്കും, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൽ ഏറ്റവും ഖൈറുള്ളത് അതിലാണ്. വകഫിനു ഫിഹാ മൗതാക്കും, മരണപ്പെട്ടാൽ അതിലാണ് നിങ്ങൾ കഫൻ ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് ഇതെല്ലാ വസ്ത്രത്തിലും ബാധകം തന്നെയാണ്. ഷർട്ടാകട്ടെ, ഇനി പാൻസ് ആകട്ടെ, അതുപോലെ ഇസാർ നമ്മൾ തുണി ഉടുക്കുന്നതാകട്ടെ, എല്ലാത്തിലും അത് കുല്ലുഹാ മിമ്മാ യൻബഗി അൻ തകൂന മിനൽ ബയാദ്, എല്ലാം വെള്ളയാണ് വേണ്ടത്. ഫൈനഹു അഫ്ളൽ, അതാണ് ഏറ്റവും അഫ്ളൽ. വലാകിൻ ലൗ അന്നഹു ലബിസ മിൻ ലൗനിൻ ആഖർ ഫലാ ബഅസ്, എന്നാൽ ഒരാൾ അതല്ലാത്ത നിറം ധരിച്ചു എന്നുള്ളത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ബിശർത്തി അല്ലാ യകൂന മിമ്മാ യഖ്തസു ലബ്സുഹു ബിന്നിസാ, അത് പുരുഷനാണെങ്കിൽ സ്ത്രീകൾ മാത്രം ധരിക്കുന്ന ചില കളറോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ധരിക്കരുത് എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അഫ്ളൽ വെള്ളയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ അവിടുത്തെ ചരിത്രത്തിൽ നമുക്ക് കാണാം, ഹദീസുകളിൽ തന്നെ കാണാം, അവിടുന്ന് അതല്ലാത്ത വസ്ത്രങ്ങളൊക്കെ ധരിച്ചത്, കറുപ്പ് ധരിച്ചതും ചുവന്ന വസ്ത്രത്തിനോടൊപ്പം ചില വെള്ള വസ്ത്രങ്ങളൊക്കെ ആയിട്ട് ധരിച്ചതും, അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള ധരിച്ചതും ഒക്കെ ചില ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം നിറമുള്ള വസ്ത്രം ധരിക്കുന്നതും സുന്നത്തിനെതിരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയും ധരിച്ചത് കാണാൻ സാധിക്കും. പിന്നീട് അദ്ദേഹം പറയുന്നത് മിനസ്സുന്നത്തി ഇസ്തിഅമാലു ത്വയ്ബ്, ത്വയ്ബ് ഉപയോഗിക്കുക അഥവാ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. അല്ലാതെ സുഗന്ധം എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, പക്ഷെ അതിനൊരു സുന്നത്തും കൂടിയുണ്ട്. നമ്മളൊരു സുഗന്ധം ഉപയോഗിക്കുന്ന സമയത്ത് അത് നീയത്തുണ്ടെങ്കിൽ നമുക്ക് പ്രതിഫലാർഹമായ കാര്യമാണ്. നമ്മളൊരു അത്തർ പുരട്ടുകയാണ്, ഒരു പെർഫ്യൂം ഉപയോഗിക്കുകയാണ്,
അതല്ലെങ്കിൽ സുഗന്ധമുണ്ടാകുന്ന എന്തെങ്കിലും ഒരു നല്ല വസ്തു നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ അത് സുന്നത്താണ്, പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കാം. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിനദ് ദുനിയ, നിങ്ങളുടെ ദുനിയാവിൽ എനിക്ക് പ്രിയങ്കരമായിട്ടുള്ളത് അന്നിസാഉ വത്വയ്യിബ്, ഭാര്യയും അതുപോലെ തന്നെ സുഗന്ധവുമാണ്. വജുഇല ഖുറത്തു ഐനി ഫിസ്സലാ, എന്നാൽ എനിക്ക് കൺകുളിർമ അത് നിസ്കാരത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടായാൽ, ബുദ്ധിമുട്ടുണ്ടായാൽ അവിടെ നിന്ന് എന്ത് ചെയ്യുമായിരുന്നു, നിസ്കരിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്നാൽ അവിടത്തേക്ക് പ്രിയങ്കരമായിട്ട് തൻ്റെ ഭാര്യമാരെയും അതുപോലത്തെ സുഗന്ധത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടക്കുന്ന സ്വഹാബികളൊക്കെ പറയുന്ന കാര്യമാണ്, വളരെ സുഗന്ധമായിരുന്നു എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ മസിസ്തു ഹരീറൻ വലാ ദീബാജൻ അലിയന മിൻ കഫിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഫ്, കൈപ്പത്തിയേക്കാൾ വളരെ സോഫ്റ്റായ മൃദുലമായ ഒരു പട്ട് വസ്ത്രം, ഒരു പട്ടോ ഞാൻ സ്പർശിച്ചിട്ടില്ല. പൊതുവെ പട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പം അതിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ എന്താണ്, നൈർമല്യമുള്ള, അങ്ങനെ മാധവമുള്ള കൈയായിരുന്നു. വല ശമിംതു റീഹൻ ഖത്തു ഔ അർഫൻ ഖത്തു അത്യബ മിൻ റീഹി ഔ അർഫിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഗന്ധത്തെക്കാൾ വളരെയധികം സുഗന്ധമുള്ള ഒരു സുഗന്ധവും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, വളരെയധികം മണമുള്ള ഒരു സുഗന്ധവും ഞാൻ വാസനിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി നല്ല സുഗന്ധങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം അദ്ദേഹം ഖാദിമാണ്, എപ്പോഴും കൂടെയുള്ള ഒരാൾ പറയുമ്പോൾ അതാണ് നമ്മൾ വളരെയധികം പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ നാഫിഅ, അദ്ദേഹം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നും, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് നാഫിഅ, ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നു റളിയല്ലാഹുവിനെ കുറിച്ച് അദ്ദേഹം പറയാണ്, കാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇദാ ഇസ്തജ്മറ ബിഉലുവ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പുകയ്ക്കുന്ന സമയത്ത്, ഇസ്തജ്മറ എന്ന് പറഞ്ഞ കല്ല് വെച്ച് ചൂടോടുകൂടി അതിൽ സുഗന്ധങ്ങൾ ഇട്ട് പുകയ്ക്കുന്നതിനാണ് പറയുന്നത്. അദ്ദേഹം ഉലുവാൻ ഇട്ടുകൊണ്ട് പുകയ്ക്കുമായിരുന്നു. ഗൈറ മുത്തറാത്തിൻ, അതിൽ മറ്റ് വേറെ ഇതൊന്നും ചേർക്കാതെയാണ്. ഒബി കാഫൂരിൻ, അതുപോലെ കാഫൂറും ഉണ്ട്, കർപ്പൂരം കൊണ്ടും എന്ത് ചെയ്യുമായിരുന്നു, അദ്ദേഹം പുകയ്ക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു, ഹാക്കദ കാന യസ്തജ്മിറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിൽ എന്ത് ചെയ്യാണ്, പുകയ്ക്കാറുണ്ട് എന്നാണ്. അപ്പൊ നല്ല എന്താണ് നമുക്ക് കിട്ടുന്ന, നല്ല പുകയ്ക്കാൻ എന്താണോ ഉള്ളത് അതുകൊണ്ട് ശരീരത്തിലും വസ്ത്രത്തിലും ഒക്കെ പുകയ്ക്കുക എന്നുള്ളത് സുന്നത്താണ്. നബി റഹിമഹുല്ലാഹ് പറയാണ്, അൽ ഇസ്തിജ്മാറു ഹുനാ ഇസ്തിഅമാലു ത്വയ്യിബ്, ഇസ്തിജ്മാർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളതാണ്. വത്തബഖുറു ബിഹി, അതിങ്ങനെ പുകയ്ക്കുക എന്നുള്ളതാണ്. നന്നായി പുകച്ച്, നമ്മളത് ഇന്ന് നമ്മുടെ അറബി സഹോദരങ്ങൾക്കിടയിലൊക്കെ നന്നായി അവർ ആ സുന്നത്ത് പാലിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ അത് കുറവാണ്, പക്ഷേ അത് നല്ലതാണ്. അത് വസ്ത്രത്തിലും ശരീരത്തിലൊക്കെ പുകയ്ക്കുകയാണെങ്കിൽ നല്ല സുഗന്ധമായിരിക്കും. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ചെയ്യുക എന്നുള്ളത് സുഗന്ധമാണ്. അത് ഏതൊക്കെ സന്ദർഭങ്ങളിൽ പ്രത്യേകമായി സുഗന്ധം പുരട്ടുന്നത് ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വരുന്നുണ്ട്, അവിടെ നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൽ നിന്നും ദുർഗന്ധമുണ്ടാകുന്നത് അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയാണ്, വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഷ്തദ്ദു അലൈഹി അൻ യൂജദ മിൻഹു റീഹ് ഐ റീഹു ഗൈറു തയ്യിബ. ഷായിഹ് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മോശം ഗന്ധം ശരീരത്തിൽ ഉണ്ടാകുന്നത് വലിയ പ്രയാസമാണ്, അവിടത്തേക്ക് ഇഷ്ടമേ അല്ല. അപ്പം അതെപ്പോഴും അവിടെ ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. അപ്പം നമ്മൾ അങ്ങനെ ദുർഗന്ധം അനുഭവപ്പെടുകയാണ് എങ്കിൽ നമ്മൾ വസ്ത്രമാണോ മാറ്റേണ്ടത്, അതല്ല കുളിക്കുകയാണോ വേണ്ടത്, ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ദുർഗന്ധമില്ലാത്ത അവസ്ഥയിൽ വേണം എന്ത് ചെയ്യേണ്ടത്, നമ്മളെപ്പോഴും നടക്കേണ്ടത്. അത് ശ്രദ്ധിക്കണം. അല്ല ഞാനതൊന്നും നോക്കല്ല, എനിക്ക് വിരക്തിയാണ്, ഭൗതിക വിരക്തിയാണ് എന്ന് പറയുന്നത് ഭൗതിക വിരക്തിയല്ല, അത് ഭൗതിക വിരക്തിയല്ല. ഭൗതിക വിരക്തി എന്ന് പറയുന്നത് കുളിക്കാതെ വസ്ത്രം മാറ്റാതെ അങ്ങനെ നടക്കുകയാണോ, അല്ലേ? നമ്മുടെ നാട്ടിൽ ഔലിയാക്കളായിട്ട് പൊതുവെ പരിചയപ്പെടുത്തുന്ന ആളുകളുടെയൊക്കെ കോലം എന്താണ്, വസ്ത്രം വല്ലപ്പോഴാണ് ഉണ്ടാകുന്നത്. ഇനിയുള്ള വസ്ത്രം തന്നെ ചിലപ്പോൾ കുളിക്കാതെ നനക്കാതെ ദുർഗന്ധം വമിക്കുന്നതാണ്. അപ്പം അവർ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു ഗുഹയിലോ മറ്റോ ഒക്കെ അങ്ങനെ ദിക്ർ ചൊല്ലി ഇങ്ങനെ ഇരുന്നിട്ട് ഈ രൂപത്തിൽ കുളിക്കുകയോ മാറ്റുകയോ ഒന്നും ചെയ്യാതെ മുടിയൊക്കെ എന്ത് ചെയ്യുക, ജട കുത്തിയിട്ട്, താടിയൊക്കെ ജട കുത്തിയിട്ട് അങ്ങനെ ഒരു ജപമാലയും പിടിച്ചിരിക്കുന്നത് കണ്ടാൽ ആളുകൾ വിചാരിക്കും ഇങ്ങനെയാണ് സ്വഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ ഉണ്ടായിരുന്നതെന്നാണ്. ഒരിക്കലും അല്ല സഹോദരങ്ങൾ, അത് ഇസ്ലാമിന്റെ ചിഹ്നമേ അല്ല, ഇസ്ലാമിന്റെ ചിഹ്നമല്ല. ഇസ്ലാമിന് ഇബാദത്തുണ്ട്, അതിനുവേണ്ടി ശ്രദ്ധിക്കലുണ്ട്. ഏറ്റവും നല്ല ആബിദ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിനുശേഷം സ്വഹാബികളാണ്. അവരെക്കാളും അള്ളാഹുവിലേക്ക് അടുത്ത ആളുകൾ മറ്റാരുമില്ല. അവരെക്കാളും അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ആരുമില്ല, ഇനി ഉണ്ടാകാനുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളിലാണ് നമുക്ക് സഹോദരങ്ങളെ ഏറ്റവും നല്ല മാതൃകയുള്ളത്.
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ ശരീരത്തിൽ നിന്നും ഒരു ദുർഗന്ധം വമിക്കുന്നത് ഇഷ്ടമായിരുന്നു, അത് വളരെ പ്രയാസമായിരുന്നു. യശ്തദു അലൈഹി എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. അങ്ങനെ അൻ യൂജദ മിൻഹു റീഹ്, ഒരു ദുർഗന്ധം അദ്ദേഹത്തിൽ നിന്നും വരുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് കസ്തൂരിയാണ് ഏറ്റവും നല്ല സുഗന്ധം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്യബു തീബിക്കും അൽമിസ്കു, നിങ്ങളുടെ സുഗന്ധങ്ങളിൽ ഏറ്റവും നല്ലത്, ഏറ്റവും നല്ല സുഗന്ധം എന്ന് പറഞ്ഞിട്ടുള്ളത് കസ്തൂരിയാണ്. നല്ല വില കൂടിയ കസ്തൂരികൾ നല്ല സുഗന്ധം തന്നെയാണ്. അല്ല, നമുക്ക് എന്താണോ ഏറ്റവും നല്ലതായിട്ട് നമുക്ക് കിട്ടുന്നത്, നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ഏറ്റവും നല്ലത് എന്താണോ അത് ഉപയോഗിക്കുക എന്നുള്ളത് സുന്നത്ത് തന്നെയാണ്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അൻ യുഹ്രിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിയാൽ അവിടെയുള്ളൊരു സുന്നത്താണ് എന്ത്, നമ്മൾ ഇഹ്റാമിലേക്ക് പോയി നമ്മൾ മീഖാത്തിൽ പോയി കുളിച്ച് ശുദ്ധിയായാൽ നമ്മൾ അവിടെ സുഗന്ധം പുരട്ടുക. നമ്മൾ ഇഹ്റാമിലേക്ക് ആ ഇഹ്റാമിന്റെ വസ്ത്രമൊക്കെ ധരിക്കുന്നതിന് മുമ്പ് തന്നെ സുഗന്ധമൊക്കെ പുരട്ടി നമ്മൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നത്. ലബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്നോ അല്ലെങ്കിൽ ഹജ്ജാണോ എന്താണോ നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നത്, അതിന് തൊട്ടു മുമ്പ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സുഗന്ധം പൂശൽ സുന്നത്താണ്. ഇഹ്റാമിലേക്ക് പ്രവേശിച്ച സുഗന്ധം പാടില്ല, ഇൻഷാ അല്ലാഹ് അത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അൻ യുഹ്രിം യതതയ്യബു ബി അത്യബി മാ യജിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്നതിൽ നിന്നും ഏറ്റവും നല്ലത് ഉപയോഗിച്ചിട്ട് തന്നെ അവിടുന്ന് എന്ത് ചെയ്യാറുണ്ട്, അവിടുന്ന് സുഗന്ധം പൂശാറുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. അതുപോലെ തന്നെ സുഗന്ധം ഒരാൾ നമുക്ക് നൽകിയാൽ, അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് തട്ടിക്കളയാൻ പാടില്ല. അതും സുഗന്ധവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യറുദ്ദു ത്വീബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഗന്ധം ഒരിക്കലും വേണ്ടാന്ന് പറയലില്ല. അല്ലെ, പല ഹദിയകളും അവിടെ ചിലപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് മടക്കാറുണ്ട്. പക്ഷേ സുഗന്ധം ഒരാൾ കൊണ്ടുകൊടുത്താൽ അല്ലെങ്കിൽ സുഗന്ധം പൂശാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറില്ല, അത് ഒഴിവാക്കാറില്ല. അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസിലും വന്നിട്ടുണ്ട്, മൻ ഉരിദ അലൈഹി ത്വീബുൻ ഫലാ യറുദ്ദഹു ഫഇന്നഹു ത്വയ്യിബുർ റീഹി ഖഫീഫുൽ മഹ്മൽ, ആരെങ്കിലും ഒക്കെ സുഗന്ധം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യരുത്, ഫലാ യറുദ്ദഹു, അവനത് മടക്കരുത്. കാരണം അത് നല്ല സുഗന്ധം ഉള്ളതാണ്, ത്വയ്യിബുർ റീഹാണ്, അതിന്റെ ഗന്ധം നല്ലതാണ്. പിന്നെ ഖഫീഫുൽ മഹ്മൽ, നമുക്ക് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഒരു സുഗന്ധം എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായി കൊണ്ടടക്കാം പ്രയാസമുള്ളൊരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യട്ടെ, അത് അവൻ മടക്കാതിരിക്കട്ടെ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഹദീസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് ചില പ്രയാസം ഉണ്ടാകാറുണ്ട്. അതായത് ചിലപ്പോൾ നമുക്ക് ഒരിക്കലും പറ്റാത്ത, നമുക്ക് ചിലപ്പോൾ തലവേദന എടുക്കുന്ന എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ആരെങ്കിലൊക്കെ തരും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അത് വലിയ പ്രയാസമാണ്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിരിക്കും ഒരാൾ തരുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില മണം അത് ചില ആളുകൾക്ക് എന്തെങ്കിലും പറ്റൂല. ചിലപ്പോൾ നല്ല തലവേദനയൊക്കെ വരും. നിസ്കരിക്കാൻ വന്നിട്ട് ചിലപ്പോൾ കൂടുതൽ തലവേദനയൊക്കെ വരുന്ന പോലത്തെ എന്തെങ്കിലുമൊക്കെ പരട്ടുന്നത് ചിലപ്പോൾ അതൊക്കെ ഒരിക്കലും ശരിയാവുകയില്ല. അല്ല, എല്ലാവർക്കും എല്ലാ മണവും പിടിക്കുകയില്ല. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഒരുപാട് നമ്മൾ സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്ന പെർഫ്യൂമുകളുണ്ട്. എല്ലാം എല്ലാവർക്കും പിടിക്കണം എന്നില്ല, അല്ലേ? അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ ഒരു പ്രയാസം പറഞ്ഞിട്ട് ഒരാൾക്കത് ഒഴിവാക്കണമെങ്കിൽ അത് ഒഴിവാക്കാം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ്, ചിലപ്പോൾ ചില ആൾ നല്ല സുഗന്ധമൊക്കെ പുരട്ടി വന്ന ഒരു മനുഷ്യനൊക്കെ ഉണ്ടാവും. നല്ല സുഗന്ധമൊക്കെ പുരട്ടി വന്നിട്ടുണ്ടാവും, നല്ല വില കൂടിയ സുഗന്ധമൊക്കെ പുരട്ടി വന്ന മനുഷ്യനായിരിക്കും. ചിലപ്പോൾ അയാളുടെ അടുക്കലേക്ക് വേറൊരാൾ വന്നിട്ട് ചിലപ്പോൾ ഒരു മണമില്ലാത്ത അല്ലെങ്കിൽ ഇതിനെ മുഴുവൻ ഇല്ലാതാക്കി കളയുന്ന ചിലപ്പോൾ വേറെ ചില സുഗന്ധമൊക്കെ കൊന്ന് കൊടുക്കുന്ന സമയത്തും ചിലപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യും, ഒരു പ്രയാസമാവും. കാരണം ഇയാൾ ഈ പുരട്ടിയ നല്ല മണമൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതോടുകൂടി അങ്ങ് ഇല്ലാതായി പോകും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന എല്ലാ മണം എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. അപ്പം എല്ലാവർക്കും നമ്മൾ അങ്ങനെ പുരട്ടി കൊടുക്കാൻ പോകണമെന്നില്ല. ചിലപ്പോൾ നല്ല ഒരു സുഗന്ധമാണ് നമുക്ക് തോന്നുന്നത്, നമുക്ക് ആളുകൾക്ക് അങ്ങനെ കൊടുക്കാം. ചിലപ്പോൾ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, പ്രയാസം ഉണ്ടാക്കുന്ന സുഗന്ധങ്ങൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. ആളുകൾക്ക് തലവേദന ഉണ്ടാക്കുന്ന പോലത്തത്, അല്ലെങ്കിൽ ആ രൂപത്തിൽ വലിയ നല്ലൊരു ഗന്ധം ഇല്ലാത്തത്, എല്ലാവർക്കും പിടിക്കുന്ന ഗന്ധം ഇല്ലാത്തതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് ചില പണ്ഡിതന്മാർ ഇതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞു സുഗന്ധം ഉപയോഗിക്കൽ എല്ലാ സന്ദർഭങ്ങളിൽ സുന്നത്താണെങ്കിലും ചില സമയങ്ങളിൽ അത് പ്രത്യേകമായ സുന്നത്തുണ്ട്. അതിൽപ്പെട്ടതാണ് വെള്ളിയാഴ്ച ദിവസം. ജുമാക്ക് വരുന്ന ദിവസം സുഗന്ധം ഉപയോഗിക്കാൻ അത് പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഗുസ്ലു യൗമൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിബ്, പ്രായപൂർത്തിയെത്തിയ എല്ലാവർക്കും വെള്ളിയാഴ്ച ദിവസം കുളിക്കൽ നിർബന്ധമാണ് എന്നാണ്. ഇതിലെ വാജിബ് എന്നുള്ള പ്രയോഗം പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. മറ്റ് ഹദീസുകളുമായൊക്കെ അതിനെ തട്ടിച്ചു നോക്കി അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ അതിനെ ജംഅ ചെയ്തിട്ട് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ മുസ്തഹബാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുസ്തഹബാണ് വെള്ളിയാഴ്ചത്തെ കുളി, മുസ്തഹബാണ്, വളരെ നല്ലതാണ്.
ചില പണ്ഡിതന്മാർ ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുള്ളാഹ് വാജിബാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നുള്ളത് അത് വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അത് കുളിക്കാൻ ശ്രദ്ധിക്കേണ്ടത് പണ്ഡിതന്മാർ പറഞ്ഞത് എപ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസ്ജിദിലേക്ക് പുറപ്പെടുന്ന സമയത്ത് കുളിക്കലാണ്. കാരണം അതിൻ്റെ പിന്നെ ഒരു ഹിക്മത്തും കൂടിയുണ്ട്. നല്ല ശുദ്ധിയോടുകൂടി ആളുകൾക്കിടയിലേക്ക് പോകുക, ആളുകൾക്കിടയിൽ പോകുമ്പോൾ അങ്ങനെ വേർപ്പിൻ്റെയോ മറ്റു ദുർഗന്ധങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കുക എന്നുള്ളൊരു ഹിക്മത്ത് കൂടിയുണ്ട്. അതല്ല രാവിലെ നമ്മൾ കുളിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങിയിട്ട് ഉച്ചയ്ക്ക് എഴുന്നേറ്റ് അങ്ങനെ പോവാം, വെള്ളിയാഴ്ച ദിവസം ഞാൻ കുളിച്ച് എന്ന് പറയാനല്ല അത് കുളിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ രാവിലെ തന്നെ കുളിച്ചാൽ ശരി, വെള്ളിയാഴ്ച എന്നുള്ള ദിവസം തുടങ്ങിയാൽ നമ്മൾ കുളിച്ചാൽ വെള്ളിയാഴ്ച ദിവസം കുളിച്ചു എന്ന് കിട്ടും. പക്ഷേ അയാൾക്ക് അതിൻ്റെ അഫ്ളലിയത്ത് കൂടുതൽ ശ്രേഷ്ഠകരമാകുക എപ്പോഴാണ്? നമ്മൾ എപ്പോഴാണോ പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നത്, ഓരോരുത്തർ ഓരോ സമയത്താണ് പുറപ്പെടുന്നത്. 10 മണിക്ക് പോകുന്നതാണെങ്കിൽ അപ്പോൾ കുളിച്ചിട്ട് അപ്പോൾ നേരെ പുറപ്പെട്ട് മസ്ജിദിലേക്ക് പോവുക. 12 മണിക്ക് പോകുന്ന ആൾ അപ്പോൾ കുളിച്ചിട്ട് അപ്പോൾ പോകാൻ ശ്രദ്ധിക്കുക. വല്ല ജോലിക്കോ മറ്റോ ഒക്കെ പോകേണ്ട ആളുകൾക്ക് ആ നിയ്യത്തിൽ രാവിലെ തന്നെ കുളിക്കുകയും ചെയ്യാം. അത് തെറ്റ് എന്നല്ല പറയുന്നത്. പക്ഷേ കുളിക്കുക എന്നുള്ളത് കൂടുതൽ ശുദ്ധിയാകുക എന്നുള്ളൊരു ഹിക്മത്തും അതിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ അയ്യസ്താക്ക അഥവാ ദന്തശുദ്ധീകരണം വരുത്തുക എന്നുള്ളത് അതും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകമായി ചെയ്യേണ്ട ഒരു സുന്നത്തായി പറയുന്നുണ്ട്. അതും നമുക്കറിയാം, എല്ലാ നിസ്കാര സമയത്തും വുളു എടുക്കുന്ന സമയത്തൊക്കെ സാധിക്കുന്നത് പോലെ നമ്മളത് ചെയ്യേണ്ടത് തന്നെയാണ്. എന്നാൽ വെള്ളിയാഴ്ച ദിവസം പ്രത്യേക സുന്നത്തുണ്ട്. മൂന്നാമതാണ് ഇവിടെ നമ്മളെ സുഗന്ധവുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നത്, അൻ യമസ്സ തീബൻ ഇൻ വജദ്, അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ, സുഗന്ധം പൂശട്ടെ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ചില റിവായത്തിൽ വലൗ മിൻ തീബിൽ മർഅ, സ്ത്രീകൾക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ചില അസ്തറുകളുണ്ട്. അല്ലെ, സ്ത്രീകൾക്ക് സംബന്ധിച്ചിടത്തോളം ഈ ഹദീസൊക്കെ സ്ത്രീകൾക്കും ബാധകമാണ്. അവരും നല്ല അത്തറൊക്കെ പുരട്ടാവുന്നതാണ്, നല്ല സുഗന്ധമൊക്കെ അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് പാടില്ലാത്തത് എവിടെയുള്ളൂ ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന രൂപത്തിൽ നല്ല സുഗന്ധവും മറ്റുമൊക്കെ വീട്ടിൽ നിന്നും പുകയിക്കുന്നതിനൊന്നും അവർക്ക് യാതൊരു കുഴപ്പമില്ല. അവരുടെ വസ്ത്രത്തിൽ പുകയിക്കുന്നതിനോ അതുപോലെ തന്നെ ശരീരത്തിൽ നല്ല രൂപത്തിലുള്ള പെർഫ്യൂമുകൾ ഉപയോഗിക്കുന്നതിനോ യാതൊരു കുഴപ്പവും അതിനില്ല. അത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളുടെ കയ്യിലില്ല, അവൻ്റെ ഭാര്യയുടെ സുഗന്ധമാണ് അവിടെ ഉള്ളത് എങ്കിൽ അതിൽ നിന്നെങ്കിലും അവൻ എന്ത് ചെയ്യട്ടെ, അവൻ അത് സുഗന്ധം പൂശിക്കൊണ്ട് വെള്ളിയാഴ്ച വരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ നിന്നും പണ്ഡിതന്മാർ പറയുന്നത് അത് അങ്ങേയറ്റം സുന്നത്താണ്. അപ്പോൾ മസ്ജിദിലേക്ക് വരുന്ന സമയത്ത് നല്ല സുഗന്ധത്തോടു കൂടി വരാൻ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതൊരു സന്ദർഭമാണ്. രണ്ടാമത്തത് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ളതാണ് അൽമർഅതു ഹീനമാ തത്ഹുറ മിൻ ഹൈളിഹാ, ഒരു സ്ത്രീ അവളുടെ ഹൈലിൽ നിന്നും ആർത്തവത്തിൽ നിന്നും ശുദ്ധിയായി കഴിഞ്ഞാൽ അവിടെയും സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് സുന്നത്തായിട്ട് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു സ്ത്രീ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ആർത്തവ കുളിയുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിച്ചറിയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവരോട് പറഞ്ഞു, ഖുദി ഫുർസതൻ മിൻ മിസ്കിൻ ഫതതഹരി ബിഹാ, നീ ഒരു കോട്ടൺ എടുത്തുകൊണ്ട് അതിൽ മിസ്ക് കസ്തൂരി എന്ത് ചെയ്യുക, അതിൽ പുരട്ടിയിട്ട് അതുകൊണ്ട് ശുദ്ധിയാക്കുക എന്ന് ചോദിച്ചു. അവർ ചോദിച്ചു, കൈഫ തതഹറു, എങ്ങനെയാണ് ഞാൻ ശുദ്ധിയാക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തതഹരി ബിഹാ, നീ ശുദ്ധിയാക്കുക. വീണ്ടും ചോദിച്ചു കൈഫ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് തതഹരി, നീ ശുദ്ധിയാകുക എന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫജ്തബസ്തുഹാ ഇലയ്യ, ഞാൻ അവളെ എൻ്റെ അടുക്കലേക്ക് വലിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു. അവർക്ക് മനസ്സിലായിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തത്ബഇ ബിഹാ അസ്റദ്ദം, രക്തം വന്ന ആ വാർന്നൊലിച്ച ഭാഗത്തൊക്കെ അഥവാ ലൈംഗിക അവയവങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, സുഗന്ധം പൂശുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ അത് സ്ത്രീകൾക്ക് ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ദുർഗന്ധങ്ങളുമല്ല അതിൻ്റെ അസറുകളൊക്കെ നീക്കാൻ ചെയ്യുന്ന കുളിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, നല്ല രൂപത്തിലുള്ള പെർഫ്യൂമുകൾ അങ്ങനെയുള്ള അത്തറുകൾ അത് ഉപയോഗിക്കാം, അത് സുന്നത്താണ് എന്നാണ് ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതോടൊപ്പം തന്നെ പണ്ഡിതന്മാരിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് എന്ന് പ്രയോഗിച്ചതിനെ കുറിച്ച് അതിൻ്റെ ചില സുന്നത്ത് പറയുന്നുണ്ട്. അപ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയുക, ഒരു കാര്യം അത്ഭുതം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പറയാവുന്ന ഒരു വാക്ക് തന്നെയാണ് സുബ്ഹാനല്ലാഹ് എന്നുള്ളത്. ഇവർക്ക് പറഞ്ഞ് മനസ്സിലാവുന്നില്ല, ആ സ്ത്രീക്ക് പറഞ്ഞ് മനസ്സിലാകുന്നില്ല, തൻ്റെ എവിടെയാണ് അത് പുരട്ടേണ്ടത് എന്ന് പറഞ്ഞത് അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ചെയ്തൊരു പ്രവൃത്തി ശരിയായില്ല, അതിനൊന്ന് ഇൻകാർ ചെയ്യുക, അത് അങ്ങനെയല്ല വേണ്ടത് എന്ന് പറയുന്ന സമയത്തും സുബ്ഹാനല്ലാഹ് എന്ന് പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ജനാബത്തുകാരനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു, പെട്ടെന്ന് അവിടുന്ന് ഒഴിവായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒപ്പം ജനാബത്തുകാരനായി ഇരിക്കുന്നത് അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പിന്നീട് അബൂ ഹുറൈറയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിരുന്നു, പെട്ടെന്ന് അവിടുന്ന് മാറിപ്പോകുന്നത് കണ്ടിരുന്നു. അബൂ ഹുറൈറ നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ, ഞാൻ പറഞ്ഞു, ഞാൻ ജനാബത്തുകാരനാണ്, അങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. സുബ്ഹാനല്ലാഹ് ഇന്നൽ മുഅ്മിന ലാ യൻജസ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അത്ര പരിശുദ്ധൻ, ഇന്നൽ മുഅ്മിന ലാ യൻജസ്, മുഅ്മിൻ നജസുള്ളവനാവുകയില്ല. അഥവാ
അവന്റെ ജനാബത്ത് അവന്റെ ശരീരത്തിലോ ഒന്നുമല്ല, അവന്റെ കൈ കൊടുക്കുന്നത് കൊണ്ടോ അടുത്തിരിക്കുന്നത് കൊണ്ടോ ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ അവിടെ ആ ചെയ്ത പ്രവൃത്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിമർശിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് പറയാൻ. അതേപോലെ തന്നെ സഹാബികൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തന്റെ ഭാര്യയുമായി സഫിയയുമായി സംസാരിക്കുന്നത് കണ്ടപ്പോൾ സഹാബികൾ പെട്ടെന്ന് എന്ത് ചെയ്തു? രാത്രിയാണ്, ഇരുട്ടിലാണുള്ളത്, പെട്ടെന്ന് വഴിമാറിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംശയത്തിന് വകയുണ്ടാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അലാ റിസ്ലിക്കുമാ, നിങ്ങൾ അങ്ങനെ വേഗതയൊന്നും കൂട്ടണ്ട, പതുക്കെ തന്നെ പോയാൽ മതി. ഇൻഹാ സഫിയത്തു ബിൻതു ഹുയ്യിൻ, ഇത് എന്റെ ഭാര്യ സഫിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോഴും സഹാബികൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, സുബ്ഹാനല്ലാഹ് റസൂൽ, നമ്മളങ്ങനെ താങ്കളെ കുറിച്ച് അങ്ങനെ ഒന്നും വിചാരിക്കുകയില്ല എന്ന രൂപത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയൽ സുന്നത്താണ്. അതേപോലെ തന്നെ അള്ളാഹു അക്ബർ എന്ന് പറയലും അത്ഭുതമുണ്ടാകുന്ന സമയത്ത് അത് സുന്നത്ത് തന്നെയാണ്. അത് അത്ഭുതം ഉള്ള എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വരികയാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും. പുതുമുസ്ലിമീങ്ങളായ ചിലർ, ഹുനൈൻ യുദ്ധം നടക്കുന്ന സമയത്താണ്, പുതുമുസ്ലിമീങ്ങളായ ചിലർ എന്ത് ചെയ്തു? മരത്തിൽ നമുക്ക് കുഫാറുകളായ ആളുകൾ ചെയ്യുന്നത് പോലെ നമുക്കൊരു മരം ഉണ്ടാക്കി തരണം. കുഫാറുകളായ ആളുകൾ, മുശ്രിക്കുകൾ യുദ്ധം ചെയ്യുന്ന സമയത്ത് ആ വാളിനൊരു ബറക്കത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് മരത്തിന്റെ മേലെ കെട്ടിയിടുമായിരുന്നു എന്നാണ്. അപ്പോൾ പുതുതായ മുസ്ലിങ്ങളാണ്, അവരധികം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടൊന്നുമില്ല, മുസ്ലിമീങ്ങളായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു, യാ റസൂലല്ലാഹ് ഇജ്അൽ ലനാ ദാത അൻവാത്ത് കമാ ലഹും ദാതു അൻവാത്ത്. അവർക്ക് ദാതു അൻവാത്ത് ഒരു മരത്തിന്റെ പേരാണ് എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ടൈപ്പ് മരങ്ങൾ. അപ്പൊ അവർക്ക് അതുള്ളത് പോലെ നമുക്കും അങ്ങനെ എന്തെങ്കിലും നിശ്ചയിച്ചു തന്നൂടെ? അപ്പൊ അവർക്ക് ദീനിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ നല്ലതാണ്, അതിൽ അവിടെ കൊണ്ടുവച്ചാൽ ഒരു ബറക്കത്തൊക്കെ കിട്ടും, അങ്ങനെയൊക്കെ ധരിച്ചുകൊണ്ട് ചോദിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ ഇന്ന ഹസ്സനൻ, അല്ലാഹു അക്ബർ, ഇത് മുൻകഴിഞ്ഞ ആളുകളുടെ ചര്യയാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അദ്ദേഹത്തിന്റെ അനുചരന്മാര് പറഞ്ഞതുപോലെ തന്നെയാണ് പറയാൻ പോകുന്നത്. ഞങ്ങൾക്കൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞില്ലേ? അതേപോലെ തന്നെ ബനു ഇസ്രായേൽക്കാര് പറഞ്ഞത് ഞങ്ങൾക്കും അങ്ങനെ ആരാധിക്കാൻ ഒരു കാളക്കുട്ടിയെ വേണം എന്ന് പറഞ്ഞതുപോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് വിമർശിക്കുകയാണ്. ഇങ്ങനെ ഒരു മരത്തിന്റെ അകത്ത് കൊണ്ടുപോയി ഇങ്ങനെ ബറക്കത്തെടുക്കാൻ വേണ്ടി ഈ രൂപത്തിൽ ചെയ്യുക എന്നുള്ളത് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സാന്ദർഭികമായിട്ട് അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീറും സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന തസ്ബീഹും അത് അത്ഭുതം ഉണ്ടാകുന്ന സമയത്ത് പറയാവുന്നതാണ്. ചില പണ്ഡിതന്മാര് അത് എന്തു പറഞ്ഞിട്ടുണ്ട്, അത്ഭുതമുള്ള സമയത്ത് തക്ബീർ പറയുന്നത് ശരിയല്ല എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹം ഇവിടെ അത് ശരിയായ അഭിപ്രായമല്ല എന്ന് പറയാണ്. മാത്രവുമല്ല ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ബാബു തക്ബീർ വ തസ്ബീഹ് ഇൻദൽ തഅജ്ജുബ്, അത്ഭുതം ഉണ്ടാകുന്ന സമയത്ത് തക്ബീറും തസ്ബീഹും പറയുക എന്ന് പറഞ്ഞ് ഒരു തലക്കെട്ട് തന്നെ സഹീഹിൽ കൊടുത്തത് കാണാൻ സാധിക്കും. അതുപോലെ നബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അദ്കാറിലൊക്കെ അത്തരത്തിലുള്ള തലക്കെട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സുഗന്ധവുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഒന്നാമത് യൗമുൽ ജുമുഅ പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം പറഞ്ഞു. രണ്ടാമത് സ്ത്രീകൾ ആർത്തവത്തിൽ നിന്നും ശുദ്ധിയായതിനു ശേഷം അവർക്ക് അവരുടെ വസ്ത്രത്തിലും ശരീരത്തിലും ഒക്കെ എന്ത് ചെയ്യാം? സുഗന്ധം പൂശാം. അത് സ്ത്രീകൾക്ക് പ്രത്യേകമായ സുന്നത്താണ്. മൂന്നാമത്തത് ഇത് പുരുഷന്മാർക്ക് പ്രത്യേകമാക്കുന്ന ഒരു സുന്നത്താണ് ഖബ്ല ദുഖൂലി ഫിൽ ഇഹ്റാം, ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തൊട്ടുമുമ്പ്. ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തൊട്ടുമുമ്പ് നേരത്തെ നമ്മൾ കേട്ട ഹദീസാണ്. അതിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, തയ്യബ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഹുർമിഹി ഹീന അഹ്റം വലിഹില്ലിഹി ഖബ്ല അൻ യതൂഫ ബിൽ ബൈത്ത്. ഹജ്ജിന്റെ വേളയിൽ രണ്ട് സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ റളിയല്ലാഹു അൻഹ സുഗന്ധം പുരട്ടി കൊടുത്തിട്ടുണ്ട്. എപ്പോഴാണ്? ലിഹുർമിഹി ഹീന അഹ്റം, ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തൊട്ടു മുമ്പ്, മീഖാത്തിൽ വെച്ച് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തൊട്ടു മുമ്പ്. നമ്മൾ പറഞ്ഞത് സുന്നത്താണ്. എന്നാൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? സുഗന്ധം പാടില്ല. പിന്നെ പറയുന്നത് എപ്പോഴാണ്? വലിഹില്ലിഹി ഖബ്ല അൻ യതൂഫ ബിൽ ബൈത്ത്. പിന്നീട് ഹജ്ജിന് ത്വാഫുൽ ഇഫാദ ചെയ്യുന്നത് നമുക്കറിയാം ഇഹ്റാമിൽ നിന്നും തഹല്ലുലായതിനു ശേഷമാണ്. മിനയിൽ പോയി അവിടെ ബലി ജംറയിൽ കല്ലെറിഞ്ഞ്, അല്ലെ ജംറത്തുൽ അഖബയിൽ 10ാമത്തെ ദിവസം കല്ലെറിഞ്ഞ് അവിടെ മിനയിൽ നിന്നും ബലിക്ക് വേണ്ടി നമ്മൾ അതിന്റെ ആളെ ഏൽപ്പിച്ച് തലയിൽ നിന്നും മുണ്ടനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തഹല്ലുൽ അവ്വലായി, ഒന്നാമത്തെ തഹല്ലുലായി. അതിനുശേഷം ഒരാൾക്ക് സുഗന്ധം ഉപയോഗിക്കാം, സ്ത്രീ ഒഴികെ, ഭാര്യ ഒഴികെ ബാക്കി എല്ലാ കാര്യവും അവന് ഹലാലായി, അവന് വസ്ത്രമൊക്കെ ഉപയോഗിക്കാം. അപ്പൊ ആ സമയത്ത് വസ്ത്രം ധരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക്, കഅബയിലേക്ക് തവാഫുൽ ഇഫാദ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സുഗന്ധം പൂശിയിട്ടുണ്ട് എന്ന് പറയാം. സുഗന്ധം പൂശിയിട്ടുണ്ട്, അത് സുന്നത്താണ്. അപ്പൊ ഇഹ്റാമില് ഹജ്ജിന്റെ വേളയിലൊക്കെ പോകുന്ന ആളുകൾക്ക്, ഉംറയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് സുഗന്ധം പൂശി. നമ്മുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ നമുക്കിനി എന്തില്ല, അതിനുള്ള സമയം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഫ്ലൈറ്റിൽ കയറി കുറച്ച് കഴിഞ്ഞതിന് ശേഷമൊക്കെ ആ സുഗന്ധം പൂശാവുന്നതാണ്. നമ്മൾ ജിദ്ദയിൽ എത്തുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഏകദേശം അരമണിക്കൂറിന്റെ
ഇടയിലാകുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ മീക്കാത്ത് കിടക്കുക. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ സുന്നത്ത് ഒരാൾക്ക് പ്രാവർത്തികമാക്കാവുന്നതാണ് എന്ന് മനസ്സിലാക്കുക. പക്ഷേ നമ്മൾ ഇഹ്റാമിന്റെ വസ്ത്രത്തിലാകാതെ ശ്രദ്ധിക്കണം, ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ആകാതെ ശ്രദ്ധിക്കണം എന്ന് മാത്രം. നാലാമത്തത് സഹോദരങ്ങളെ, സുഗന്ധം പൂശുന്ന സുന്നത്തായിട്ടുള്ളത് തത്തീബുൽ മയ്യിത്ത്, മയ്യിത്തിനാണ്. മയ്യിത്തിനെ നമ്മൾ കഫൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കഫം പുടവ നമുക്ക് എന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ നമുക്ക് പുകയിക്കാവുന്നതാണ്, അതിനെ എന്തെങ്കിലും പുകയിച്ചിട്ട് അതിന് നല്ല മണം പിടിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മയ്യത്തിന്റെ ശരീരത്തിലും അതുപോലെ മയ്യത്തിനെ കുളിപ്പിക്കുന്ന വെള്ളത്തിലുമൊക്കെ വ്യത്യസ്തങ്ങളായ കർപ്പൂരം പോലെയുള്ള സുഗന്ധങ്ങൾ അത് സഹോദരങ്ങളെ സുന്നത്തായ കാര്യമാണ്. ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ പറയാണ്, ദഖല അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന തുവഫിയത് ഇബ്നതുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകള് വഫാത്തായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില നിർദ്ദേശങ്ങൾ മയ്യിത്ത് കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടി ഞങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇഗ്സിൽനഹ സലാസൻ ഔ ഖംസൻ ഔ അക്സറ മിൻ ദാലിക് ഇൻ റഅയ്തുന്ന ദാലിക്, നീ അവരെ 3 പ്രാവശ്യമോ അല്ലെങ്കിൽ 5 പ്രാവശ്യമോ അല്ലെങ്കിൽ അതിലധികമോ കുളിപ്പിക്കണം. ഇൻ റഅയ്തുന്ന ദാലിക്, എന്തെങ്കിലുമൊക്കെ മാലിന്യങ്ങളോ അഴുക്കുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പിന്നെയും കുളിപ്പിക്കണം എന്നാണ്, പിന്നെയും വെള്ളം അതിന്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നാണ്. ബിമാ ഇൻ വസിദർ, ഇലന്തയും വെള്ളവും കൊണ്ട്, അത് കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പതയുണ്ടാക്കുന്ന കാര്യമാണ്. സിദറിന്റെ ഇല ഉണ്ടെങ്കിൽ നമുക്ക് പതയുണ്ടാക്കും, ഒരു സോപ്പിന്റെ ഒരു ഉപയോഗം അതുകൊണ്ട് കിട്ടും, അഴുക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ വജ്അൽന ഫിൽ ആഖിറതി കാഫൂർ ഔ ശൈഅൻ മിൻ കാഫൂർ, എന്നിട്ട് അവസാനം എന്ത് ചെയ്യണം, കർപ്പൂരം എന്ത് ചെയ്യണം, അവസാനത്തെ വെള്ളത്തിൽ, അത് ആദ്യമേ നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്, കുളിപ്പിക്കുന്ന ആളുകൾക്ക് അറിയാം. അങ്ങനെ ഒരു ബക്കറ്റിൽ കർപ്പൂരമൊക്കെ കലക്കേണ്ട മാറ്റി വെച്ചാൽ അത് അവസാനത്തിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മയ്യത്തിന് ഉപകാരം, ഒന്ന് സുഗന്ധം കൊണ്ടുള്ള ഉപകാരമാണ്, രണ്ടാമത് ശരീരത്തിനൊരു നല്ല ബലമുണ്ടാകാനും അത് നല്ലതാണ് എന്ന് പണ്ഡിതന്മാർ അതിന്റെ ഫായിദ പറയാറുണ്ട്. ഫൈദ ഫറഗ്തുന്ന ഫഅദിന്നനി, അത് അതിൽ നിന്നും ഒക്കെ വിരമിച്ചു കഴിഞ്ഞാൽ, അത് ആ പണിയൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വിളിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് വിളിക്കാനുള്ള കാരണം ഹദീസിൽ കാണാം, ഫലമ്മ ഫറഗ്നാഹു ആദന്നാഹു ഫഅതാന ഹിക്വഹു, അങ്ങനെ നമ്മൾ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അരയിൽ ധരിക്കാറുണ്ടായിരുന്ന ഒരു തുണി നൽകുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, അശ്ഇർനഹ ഇയ്യാഹ്, അശ്ഇർനഹ ഇയ്യാഹ്, അവരുടെ ഏറ്റവും ശരീരത്തിനോട് അടുത്ത വസ്ത്രമായിട്ട് അതിനെ സ്വീകരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വസ്ത്രം ഉപയോഗിക്കുന്നതിൽ ബറക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രത്തിലും മുടിയിലും അവിടെ തുമനീരിൽ പോലും ബറക്കത്തുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കും. അവരുടെ മകൾക്ക് ആ ഒരു ബറക്കത്ത്, അതിന്റെ ഉപകാരം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ വസ്ത്രം കൊടുക്കുന്നത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയുള്ള സന്ദർഭങ്ങളിൽ പണ്ഡിതന്മാർ പറയുന്നത്, വീടിനകത്ത് ഭാര്യയുമായി വേഴ്ച നടത്തുന്നതിന് മുമ്പ് ഭാര്യ ഭർത്താക്കന്മാർ നല്ല സുഗന്ധങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്, ഒരു ഹുസ്നുൽ മുആശറക്ക് അത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ മജ്‌ലിസുകളിലൊക്കെ ഇരിക്കുന്ന സമയത്ത്, ആളുകളുമായി കൂടിയിരിക്കുന്ന സമയത്ത്, അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിലുമൊക്കെ അത് സുഗന്ധങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്. അത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ആള് കൂടുന്നിടത്തൊക്കെ നല്ല വൃത്തിയിലും ശുദ്ധിയിലും നല്ല സുഗന്ധവുമായി നമ്മൾ ചെല്ലുക എന്നുള്ളത് സഹോദരങ്ങളെ പ്രതിഫലാർഹമായ കാര്യമാണ്. അത് ആളുകൾ ഇഷ്ടപ്പെടുന്ന, ഒരു മനുഷ്യന്റെ പ്രകൃതിയാൽ തന്നെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. എന്നാൽ അതിന് നമുക്ക് പ്രതിഫലവും ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എവിടെയാണ് നമുക്ക് ത്വീബ് ഉപയോഗിക്കുന്നത് പാടില്ലാത്തത്? ത്വീബ് ഉപയോഗിക്കുന്ന ചില സ്ഥലങ്ങളിൽ നമുക്ക് പാടില്ല. ഇത് പൊതുവിൽ ചില പ്രതിഫലാർഹമായ കാര്യമുണ്ടെങ്കിലും സഹോദരങ്ങളെ പാടില്ലാത്ത ചില സന്ദർഭങ്ങളുണ്ട്. അത് ഇഹ്റാമിലാണ്. അല്ലെ, ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം ആണാകട്ടെ പെണ്ണാകട്ടെ ആർക്കും പിന്നീട് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ ഒരു മദീനയിൽ നിന്ന് ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ച് ഒരുപാട് നേരം ഉണ്ടാവും. അതാണ് ഏറ്റവും ദൂരമുള്ള മീഖാത്ത്, 400 കിലോമീറ്റർ ഇപ്പുറത്താണുള്ളത് ദുൽഹുലൈഫയിൽ നിന്ന് മീഖാത്ത്. അയാൾ ഒരുപാട് 4-5 മണിക്കൂർ, ചിലപ്പോൾ അതിൽ കൂടുതൽ മണിക്കൂറൊക്കെ യാത്ര ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഒരു സമയത്തും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സുഗന്ധം പൂശാൻ പാടില്ല. ഉംറ കഴിയുന്നത് വരെ, തഹല്ലുലാകുന്നത് വരെ, മുടി എടുക്കുന്നത് വരെ അല്ലെങ്കിൽ മുടി വടിക്കുന്നത് വരെ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, ത്വീബ് ഉപയോഗിക്കാൻ പാടില്ല. വല തൽബസു മിനസ് സിയാബി ഷൈഅൻ മസ്സഹു സഅഫ്റാനു വലൽ വർസു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോൾ അതിൽ സഅഫ്റാനും വർസും ഒന്നും തട്ടിയിട്ടുള്ള, അഥവാ അത് 2 സുഗന്ധങ്ങളാണ്, അന്ന് ഉപയോഗിച്ചിരുന്ന സുഗന്ധങ്ങളാണ് സാഫ്രോണും അതുപോലെ വർസും മറ്റൊരു ചെടിയാണ്. അപ്പൊ അങ്ങനെയുള്ള സുഗന്ധങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണിനും പെണ്ണിനും ഒക്കെ ഇഹ്റാമിൽ ബാധകം തന്നെയാണ്. രണ്ടാമത്തെ സഹോദരങ്ങളെ, ഇദ്ദയിരിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളും സുഗന്ധം ഉപയോഗിക്കരുത് എന്നാണ്. ഇദ്ദയിരിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവള് സുറുമ എഴുതുക, അതേപോലെ തന്നെ നല്ല അലങ്കാരമുള്ള വസ്ത്രങ്ങളും മറ്റുമൊക്കെ ധരിക്കുക, അഥവാ അലങ്കാരമുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കണം. അതിൽപ്പെട്ടതാണ് സുഗന്ധം ഒഴിവാക്കുക എന്നുള്ളത്. അതും സഹോദരങ്ങളെ പറഞ്ഞിട്ടുണ്ട്.
ഇനി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വേറൊരു സന്ദർഭം കൂടിയുണ്ട് പാടില്ലാത്തത്. അത് അന്യപുരുഷന്മാരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോഴാണ്. അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിലേക്ക് ചെല്ലുമ്പോൾ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്കും സുന്നത്ത് തന്നെയാണ്. സ്ത്രീകൾക്ക് സുഗന്ധം ഉപയോഗിക്കാം, നല്ല രൂപത്തിൽ എല്ലാം പെർഫ്യൂമുകളും എല്ലാം സ്ത്രീകൾക്ക് ഉപയോഗിക്കാം. അത് പുരുഷന്മാർക്ക് മാത്രമല്ല, അതിലൊക്കെ അവൾക്കും പ്രതിഫലാർഹമാണ്. പക്ഷേ അന്യപുരുഷന്മാരുടെ ഇടയിലേക്ക് ചെല്ലുകയാണ് എങ്കിൽ അവൾക്ക് ഹറാമാണ്, നിഷിദ്ധമാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട ഹദീസിന്റെ വാചകങ്ങൾ കടുത്ത രീതിയിലാണ് വന്നിട്ടുള്ളത്. അബു മൂസ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അയ്യുമുംറഅത്തിൻ ഇസ്തഅതറത്, ഏതെങ്കിലും ഒരു സ്ത്രീ അവൾ സുഗന്ധം പൂശി, സുമ്മ മറത് അലൽ ഖൗമി, പിന്നീട് ഒരു വിഭാഗം ആളുകളുടെ ഇടയിലേക്ക് കൂടി അവൾ നടന്നുപോയി, ലിയജിദു റിഹഹ, അവളുടെ സുഗന്ധം അവരിലേക്കൊക്കെ പരക്കുന്നതിന് വേണ്ടി, ഫഹിയ സാനിയ, അവൾ വ്യഭിചാരിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം ആളുകളെ വ്യഭിചാരത്തിലേക്കും അവളിലേക്ക് ആഗ്രഹം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്, അവളിലേക്ക് ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു കാര്യമാണ് സുഗന്ധം എന്ന് പറയുന്നത്. സുഗന്ധം എന്ന് പറയുന്നത് പലപ്പോഴും അവളെ ശ്രദ്ധ പിടിച്ചു പറ്റാനും ആളുകൾക്ക് അവളോട് ആഗ്രഹം ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അന്യപുരുഷന്മാരുടെ ഇടയിലേക്ക് പോകുക, അത് പറഞ്ഞാൽ പുറത്തേക്ക് പോകുമ്പോൾ. എന്നാൽ പല സ്ത്രീകളും ഒരു തല കീഴാണ് ചെയ്യുന്നത്. വീട്ടിൽ ചിലപ്പോൾ വലിയ വൃത്തിയുള്ള വസ്ത്രം എന്നൊക്കെ ധരിക്കാത്ത സ്ത്രീകൾ ഉണ്ടാകും. ചിലപ്പോൾ ദുർഗന്ധത്തിൽ പണിയെടുത്തും മറ്റുമൊക്കെ ആയിട്ട് അങ്ങനെ വീട്ടിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഒരുങ്ങാത്തവളായിരിക്കും. ചിലപ്പോൾ പുറത്തേക്ക് പോകുമ്പോഴാണ്, അന്യപുരുഷന്മാരുടെ അടുക്കലേക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ, മാളുകളിലേക്ക് പോകുമ്പോൾ, ആ രൂപത്തിലൊക്കെ പാർക്കുകളിലേക്കൊക്കെ പോകുമ്പോഴൊക്കെ ആയിരിക്കും, കല്യാണത്തിനൊക്കെ പോകുമ്പോഴായിരിക്കും ഏറ്റവും നല്ല വസ്ത്രം ആളുകളെ കാണിക്കുന്നതും ഏറ്റവും നല്ല സുഗന്ധങ്ങളൊക്കെ ഉപയോഗിക്കുന്നതും. സഹോദരിമാരെ, അത് പാടില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം മസ്ജിദിൽ തഖ്വയുള്ള ആളുകളെ ഇബാദത്ത് ചെയ്യുന്ന സ്ഥലമാണല്ലോ മസ്ജിദ് എന്ന് പറയുന്നത്, അവിടെ പോലും വരുമ്പോൾ സ്ത്രീകളോട് സുഗന്ധം ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞത്. ഇദാ ഷഹിദത് ഇഹ്ദാകുന്നൽ മസ്ജിദ, നിങ്ങളിൽ ഒരാൾ മസ്ജിദിലേക്ക് വന്നാൽ ഫലാ തമസ്സ ത്വീബ, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. മസ്ജിദിൽ വരാന്നുള്ളതിന് മറ്റൊരു തെളിവും കൂടിയാണ്, അല്ലെ? എത്ര തെളിവുകളാണ് സ്ത്രീകൾക്ക് മസ്ജിദിൽ വരാം എന്നുള്ളതിന്. ഇദാ ഷഹിദത് ഇഹ്ദാകുന്നൽ മസ്ജിദ്, നിങ്ങളിൽ ഒരാൾ മസ്ജിദിലേക്ക് വന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല, ഫലാ തമസ്സ ത്വീബ, നിങ്ങൾ തീബ് ഉപയോഗിക്കാൻ പാടില്ല. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന സ്വഹീഹായ ഹദീസാണ്, അതുകൊണ്ട് പാടില്ല എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്, സഹോദരൻ, ഇത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് തന്നെയാണ്. അയ്യുമുംറഅത്തിൻ അസാബത് ബഖൂറ, ഏതെങ്കിലും ഒരു സ്ത്രീ അവൾ ബഹൂർ എന്ത് വീട്ടിൽ നിന്ന് പുകയിച്ചിട്ടോ മറ്റൊക്കെ സുഗന്ധം അവളുടെ ശരീരത്തിൽ വസ്ത്രത്തിൽ ഉണ്ടെങ്കിൽ ഫലാ തഷ്ഹദ് മഅനൽ ഇശാ അൽ ആഖിറ, ഇശാ നിസ്കാരത്തിന് അവൾ നമ്മളോടൊപ്പം ഉണ്ടാകാൻ പാടില്ല. കാരണം രാത്രിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ സുഗന്ധമൊക്കെ വീട്ടിൽ, ചിലപ്പോൾ മഗ്രിബിന്റെ സമയത്തൊക്കെ വീടൊക്കെ പുകയിക്കുക എന്നുള്ളതൊക്കെ ചിലപ്പോൾ ആ സമയത്ത് ചെയ്യുന്നുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇശാ നിസ്കാരത്തിൽ നമ്മളോടൊപ്പം പങ്കെടുക്കരുത് എന്നാണ്. അപ്പൊ ഇഷാക്ക് പോലും സ്ത്രീകൾ പങ്കെടുത്തിരുന്നു എന്നുള്ളത് ഹദീസിൽ നിന്ന് മനസ്സിലാകുകയാണ്. അൽ ഇശാ അൽ ആഖിറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ഇഷ എന്ന് പറയപ്പെടുന്നത് ശരിയായ ഇഷ, നമ്മളിപ്പോൾ നിസ്കരിക്കാൻ പോകുന്ന നിസ്കാരത്തിനാണ് അൽ ഇഷ അൽ ആഖിറ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പാടില്ല, സുഗന്ധം ഉപയോഗിച്ചിട്ടാണെങ്കിൽ സ്ത്രീകൾ പങ്കെടുക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ ഇത്രയും സഹോദരങ്ങളെ സുഗന്ധവുമായി ബന്ധപ്പെട്ട സുന്നത്തുകളാണ്. പിന്നീട് അതിനുശേഷം ഒരുങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുടി ചീകുന്നതുമായി ബന്ധപ്പെട്ട ചില സുന്നത്താണ്. മിന സുന്നത്തി അത്തയമ്മുനു ഇൻദ തർജീലി ശഅർ, ഒരാളുടെ മുടി ചീകുന്ന സമയത്ത് വലതിനെ മുന്തിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഇപ്പൊ ചില ആളുകൾക്ക് എപ്പോഴും വലത് ഏതാണെന്ന് ഡൗട്ടാണ്. എൻ്റെ വലത് ഞാനാണോ അല്ല വേറെ ആരെങ്കിലും എന്നെ കാണുന്നതാണോ? എൻ്റെ വലത് എല്ലാം ഞാൻ നോക്കുമ്പോൾ എൻ്റെ വലത് കൈയുള്ള ഭാഗമാണ് എൻ്റെ വലത്. ഇപ്പൊ ഇവിടെ മുന്തിക്കുക, മുടി ചീകുമ്പോൾ ആദ്യം ഈ ഭാഗത്ത് ചീകി തുടങ്ങുക എന്നുള്ളതാണ് സുന്നത്താണ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് മുടി ചീകുന്ന സമയത്ത് സഹോദരങ്ങളെ വലതു ഭാഗം ആരംഭിക്കുക എന്നുള്ളത് സുന്നത്താണ്. അത് അങ്ങനെ തന്നെ ഹദീസ് വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടുന്ന് പറയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅ്ജിബുഹു അത്തയമ്മുനു ഫീ തനഉലിഹി വതറജ്ജുലിഹി വതുഹൂരിഹി വഫീ ശഅനിഹി കുല്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലതിനെ മുന്തിക്കൽ ഇഷ്ടമായിരുന്നു. എവിടെയൊക്കെ? ഫീ തനഉലിഹി, ചെരുപ്പ് ധരിക്കുന്ന സമയത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. രണ്ടാമത്തതാണ് പറയുന്നത് വതറജ്ജുലിഹി, മുടി ചെയ്യുന്ന സമയത്ത് വലതിനെ അവിടുന്ന് മുന്തിക്കുമായിരുന്നു എന്നാണ്. വതുഹൂരിഹി, ശുദ്ധി ഉണ്ടാക്കുന്ന സമയത്ത്, അത് വുളു ആകട്ടെ അല്ല ഏതൊരു അവയം എടുത്തു നോക്കിയാലും അവിടെ വലതിനെ മുന്തിക്കലാണ് സുന്നത്ത്. കൈ കഴുകുന്ന സമയത്ത് വലതിനെ മുന്തിക്കൽ സുന്നത്താണ്. കാല് കഴുകുന്ന സമയത്ത് അവിടെ വലതിനെ മുന്തിക്കൽ സുന്നത്താണ്. ഇതിനെതിരായാലും ശരിയാകും, പക്ഷേ അവിടെ വലതിനെ മുന്തിക്കൽ സുന്നത്താണ്. അതേപോലെ വഫീ ശഅനിഹി കുല്ലിഹി എന്ന് പറഞ്ഞതിൽ നിന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഏതൊരു ഇമാം നവവി റഹിമഹുല്ലാഹ് ഒരു ഖായിദ തന്നെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ഇക്റാമുള്ള ആദരിക്കേണ്ടതായ ഏത് കാര്യമാണെങ്കിലും അവിടെ വലതിനെ മുന്തിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. ആദരിക്കുന്ന ഏത് കാര്യം, ഉദാഹരണം ഒരാൾക്ക്
സ്വതക്ക കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പൈസ നമ്മൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എടുത്തു കൊടുക്കുകയാണ് എങ്കിൽ നമ്മൾ അതിനെ വലതിനെ മുന്തിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. കാരണം അതൊരാൾ ആദരിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണല്ലോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക എന്നുള്ളത്. അതുപോലെ ഒരാൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തന്നതിനെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് വലതിനെ മുന്തിക്കണം. വേറെ പലരും ഒരു അബദ്ധമായിട്ട് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ് മുസ്ഹഫൊക്കെ എടുക്കുന്ന സമയത്ത് പലപ്പോഴും ഇടത് കൈ കൊണ്ട് എടുക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. മറിച്ച് ഇക്റാമുള്ള ഏതൊരു കാര്യവും, ഒരാദരവുള്ള ഏതൊരു കാര്യവും നമ്മൾ വലതിനെ മുന്തിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ നേരെ തിരിച്ചിട്ട് ഒരു മാലിന്യം നീക്കി കളയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു ഇക്റാം കൊടുക്കേണ്ടതായ കാര്യങ്ങളാകുമ്പോൾ അവിടെ ഇടത് മുന്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വേസ്റ്റ് എടുത്ത് നീക്കുകയാണ്, റോട്ടിലരികിൽ എന്തൊരു വേസ്റ്റ് എടുത്ത് നീക്കുക, നമ്മൾ അടുത്തേ കൈ ഉപയോഗിച്ചിട്ട് അത് അങ്ങനെ നീക്കിയാൽ മതി. മനസ്സിലായില്ലേ? നമ്മൾ ശുദ്ധീകരണത്തിനൊക്കെ നമ്മൾ അടുത്തേ കൈയാണ് ഉപയോഗിക്കാറുള്ളത്. അതേപോലെയുള്ള കാര്യങ്ങൾക്ക്, ഒരു മാലിന്യം നീക്കുന്നതിന് വേണ്ടിയും മറ്റുമൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്? ഇടത് കൈ ഉപയോഗിക്കാം. അവിടെ ഇടത് കൈയാണ് ഉപയോഗിക്കേണ്ടത്. അതല്ലാത്ത സാഹചര്യങ്ങളിൽ ഹദീസിൽ പ്രത്യേകം വന്ന ഈ കാര്യങ്ങളാകട്ടെ, അതല്ലാത്ത പൊതുവായി വന്ന ഇക്റാമുള്ള കാര്യങ്ങളാകട്ടെ, സഹോദരങ്ങളെ, അവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്? വലതിനെയാണ് മുന്തിക്കുന്നത്. നമ്മൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ ഇടതിനെയാണ് മുന്തിക്കുന്നത്. കാരണം അതൊരു ഇക്റാം കൊടുക്കുന്ന ഒരു സ്ഥലമല്ല. എന്നാൽ തിരിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലതിനെയാണ് നമ്മൾ മുന്തിക്കുന്നത്. അതുപോലെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴൊക്കെ നമ്മൾ ആ നിലയ്ക്ക് ഏത് സ്ഥലത്തും ഏതൊരു കാര്യം, ഒരു കൊടുക്കുന്നതും വാങ്ങുന്നതും എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്യുന്നതും ഒക്കെ നമ്മൾ വലതിനെ മുന്തിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം അതാണ് ഇതുമായി ബന്ധപ്പെട്ട്, മുടി ചീകുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ തലമുണ്ടനം ചെയ്യുന്ന സമയത്ത്, അതിപ്പോൾ നമ്മൾ അക്കീക്ക അറക്കുന്നതിന് മുമ്പ് ചെറിയ കുട്ടിയുടേതാകട്ടെ, അതല്ല നമ്മൾ തന്നെ വല്ല ആവശ്യത്തിനും തലമുണ്ടനം ചെയ്യുന്നതാകട്ടെ, ഇനി അതല്ല ഒരു നുസുക്കിന്റെ ഭാഗമായിട്ട്, ഹജ്ജിന്റെയോ ഉംറയുടെയോ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ തലമുണ്ടനം ചെയ്യുന്ന, തഹല്ലുലാകുന്ന സമയത്താകട്ടെ, അവിടെയും വലത് മുന്തിക്കുക എന്നുള്ളത് സുന്നത്താണ്. അഥവാ നമ്മൾ ഈ ഭാഗത്തു നിന്ന് വേണം വടിച്ചു തുടങ്ങാൻ എന്നാണ്. കാരണം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തമീന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിലെത്തി. ഫഅത അൽ ജംറത ഫറമാഹ, അത് ജംറയിലെത്തിയിട്ട് അവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കല്ലെറിഞ്ഞു. ജംറത്തുൽ അഖബയിൽ ആദ്യത്തിൽ കല്ലെറിയുന്നത്. സുമ്മ അത മൻസിലഹു ബിമിന, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിലുള്ള തന്റെ താമസ സ്ഥലത്തെത്തി. വനഹർ, അവിടുന്ന് അറവ് നടത്തി. സുമ്മ ഖാല ലിൽ ഹല്ലാഖ്, പിന്നീട് ഹല്ലാഖിനോട്, ബാർബറിനോട് പറഞ്ഞു, ഖുദ്, നീ എടുക്കുക. വഅശാറ ഇലാ ജാനിബിഹിൽ ഐമൻ, വലത്തെ ഭാഗത്ത് ഇങ്ങനെ കാണിച്ചിട്ടാണ് പറഞ്ഞത്, നീ എന്ത് ചെയ്യുക? വടിക്കുക എന്ന് പറഞ്ഞു. ബാർബർ എടുത്തു പോയി ഇവിടുന്ന് തുടങ്ങാനാണ് പറഞ്ഞിട്ടുള്ളത്. സുമ്മൽ ഐസർ സുമ്മ ജഅല യുഅ്തിഹിൻ നാസ്, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടതു ഭാഗത്തുനിന്ന് എടുത്തു. പിന്നീട് ആ മുടി സ്വഹാബികൾക്ക് വിതരണം ചെയ്തു എന്നാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി എന്ന് പറയുന്നത് അത് ബറക്കത്തുള്ളതാണ്. അത് സ്വഹാബികൾ എന്ത് ചെയ്തിരുന്നു? വാങ്ങി സൂക്ഷിച്ചിരുന്നു. അത് ആ രൂപത്തിൽ തന്നെ അവർ അതിനെ കൈകാര്യം ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് കാണുന്ന പല മുടിയെ നമ്മൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ എതിർക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് ബറക്കത്തില്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയെ നമ്മൾ ആദരിക്കാത്തത് കൊണ്ടോ അല്ല. മറിച്ച് ഇന്ന് കാണുന്ന ഈ ആളുകൾ ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും അതുപോലെ തന്നെ ചൂഷണത്തിന്റെയും ആളുകളായ ഇവർ ഏതോ ഒരു സ്ത്രീയുടെയോ മറ്റോ ഒക്കെ വലിയൊരു മുടിയോ കൊണ്ടുവന്നിട്ട് അത് വിറ്റ് പണമുണ്ടാക്കി ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ശക്തമായി എതിർത്തിട്ടുള്ളത്. അല്ലെ, അതുകൊണ്ടാണ് ശക്തമായി എതിർത്തിട്ടുള്ളത്. അവർക്ക് യാതൊരു സനതും ഈ കൊണ്ടുവന്ന ഈ കാലം അത്രയായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് കൊണ്ടുവരാൻ സാധിക്കുകയുമില്ല. കാരണം ഉലമാക്കൾ, മഹാന്മാരായ ചരിത്രകാരന്മാർ ഉൾപ്പെടെ പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ആസാറുകളും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നിലച്ചു പോയിട്ടുള്ളതാണ്. കാരണം സഹാബികളൊന്നും ആർക്കും ഇത് വിട്ടുകൊടുക്കാമായിരുന്നില്ല. പലരും അവരുടെ ഖബറിലൊക്കെ അത് വെച്ചുകൊണ്ട് വസ്ത്രമാകട്ടെ, പാത്രമാകട്ടെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ഏതേത് കാര്യങ്ങളാകട്ടെ അവരത് ഉപയോഗിച്ചിട്ടുണ്ട്. അവരങ്ങനെ കൈമാറി സനതോടുകൂടി ഇങ്ങോട്ടേക്ക് എവിടെ എത്തിയിട്ടില്ല. എന്നാൽ ഇന്നും പല ആളുകളടുത്തും പല വടിയും പുതപ്പും അതും ഇതും ഒക്കെ പറഞ്ഞ് പല സാധനങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കൊണ്ടുവന്ന സഹോദരങ്ങളെ അവർ അറിഞ്ഞോ അറിയാതെയോ വഞ്ചിതരാവുകയും മറ്റുള്ളവരെ വഞ്ചിക്കുകയും ചെയ്യുക. അതുകൊണ്ട് അതിനെയാണ് നമ്മൾ എതിർത്തിട്ടുള്ളത്. അത് തികച്ചും ചൂഷണമാണ്. അതൊരു നിലക്കും പാടില്ല. ഈ കാലഘട്ടത്തിൽ അത് കൊണ്ടുവന്ന ആളുകളാണെങ്കിൽ ഒരു നിലക്കും സിഖാത്തുകളായ ആളുകളെ അല്ല, വിശ്വസ്തരെ അല്ല. അവരുടെ വിശ്വാസത്തിൽ ആളുകളെ, ജനങ്ങളെ വഞ്ചിക്കുന്നവരാണ്. അവരുടെ ആരാധന കർമ്മങ്ങളിൽ ജനങ്ങളെ വഞ്ചിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലും ജനങ്ങളെ വഞ്ചിച്ച് പണമുണ്ടാക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ശക്തമായി എതിർക്കുന്നത്. അതല്ല എങ്കിൽ നമുക്ക് ഈ ഹദീസ്, സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഇമാം മുസ്ലിമിന്റെ ഈ ഹദീസിൽ സുമ്മ ജഅല യുഅ്തിഹിൻ നാസ്, ജനങ്ങൾക്ക് അത് കൊടുത്തിരുന്നു എന്നാണ്. കാരണം വേറൊരു വിഭാഗം എന്ത് ചെയ്യും? വേറൊരു വിഭാഗം അവർക്ക് ഇങ്ങനെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത് ബുഖാരി വന്നാലും ശരി, മുസ്ലിമിൽ വന്നാലും ശരി,
നമുക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഭാഗം നമ്മൾ ഒഴിവാക്കിയേക്കാൽ, ആദരപൂർവ്വം ഒഴിവാക്കിയേക്കാന്നൊക്കെ പറയും. സഹോദരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ പറയുന്ന ഈ വാക്കുകളെ നിങ്ങളുടെ ആദരവൊന്നും അതിന് ആവശ്യമില്ല, അതിന് ഒഴിവാക്കാൻ. അതൊരിക്കലും അങ്ങനെ ഒഴിവാക്കേണ്ട കാര്യമല്ല. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇജ്മാ ഉള്ള കാര്യമാണ്, ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളൊന്നുമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസാറുകൾക്ക്, അത് മുടിയാകട്ടെ, വിയർപ്പാകട്ടെ, അവിടുത്തെ ഉമിനീരാകട്ടെ, അല്ലെ, അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അതിൻ്റെതായ ബറക്കത്തുകൾ ഉണ്ടായിരുന്നു. സ്വഹാബികൾ അത് കൊണ്ടുവന്നത് കാണാൻ സാധിക്കും. അല്ല, നമ്മളത് പൂർണ്ണമായി അതിനൊന്നും നിഷേധിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ചൂഷകന്മാരെന്ത് ചെയ്യും? ഈ പറയുന്ന ഹദീസുകളൊക്കെ കൊണ്ടുവരും. ഇത് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, തിർമിദി ഉദ്ധരിച്ചിട്ടുണ്ട്, നസായി ഉദ്ധരിച്ചിട്ടുണ്ട്, കൊണ്ടുവരും. എന്നിട്ട് ജനങ്ങൾക്കിടയിൽ കണ്ടില്ലേ, ഇപ്പുറത്തുള്ള ആളുകൾ ഇത് എങ്ങനെയാണ്, ഇവര് ഹദീസുകളൊന്നും സ്വീകരിക്കുകയില്ല എന്ന് പറയും. അപ്പൊ ആ ആളുകൾക്ക് ഒരു യക്കീനായി, അവരുടെ അബദ്ധത്തിന്, അവരുടെ ആ എന്തു പറയുക, ആ പറയുന്ന ആളുകളെ വഞ്ചിക്കുന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് എന്ത് ചെയ്തു, അതൊരു വഞ്ചനയല്ല എന്ന് തോന്നുന്ന അവസ്ഥ ഉണ്ടാകുകയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് നെല്ലും പതിരും വേർതിരിച്ചുള്ളതുപോലെ പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. ഉള്ളതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ സ്ഥിരപ്പെട്ടതാണ്, ഈ കാര്യങ്ങൾ സ്ഥിരപ്പെട്ടത് തന്നെയാണ്, ഇതൊക്കെ സ്ഥിരപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന വസ്തുക്കൾ അത് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആണ് എന്ന് പറയുന്നത് യാതൊരു തെളിവുമില്ല. അല്ലെ, എത്രത്തോളം നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അത് അവിടുത്തെ ചുമല് വരെ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇവർ കൊണ്ടുവന്ന മുടിയുടെ നീളം കണ്ടിട്ടില്ലേ, അത്രയും നീളമാണ്. എന്നിട്ട് അതിന് വ്യാഖ്യാനം പറഞ്ഞ എന്താണ്, അത് വഫാത്തിന് ശേഷം അത് വീണ്ടും വലുതായി എന്നാണ്. സഹോദരൻ, കള്ളക്കഥകൾ ഉണ്ടാക്കാണ്. അവിടുന്ന് പറഞ്ഞത് കാര്യങ്ങൾ ഒപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് കള്ളത്തിന്മേൽ കള്ളങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടാക്കി. കാരണം ഹദീസുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാം താടിയും മുടിയും എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടു വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്, ഏത് രൂപത്തിലാണ്. കാരണം ഇവർക്ക് വലിയ മുടി കിട്ടിയാലുള്ള കുറേ കച്ചവടം ചെയ്യാൻ പറ്റും, കുറേ കഷ്ണാക്കുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തിക്കണം. അപ്പൊ ആ രൂപത്തിൽ കിട്ടിയതോ ഒരു മുടിയും കൊണ്ടുവന്ന് അതിനൊരുപാട് പണവും കൊടുത്ത് ജനങ്ങളിൽ നിന്നും പണം പിരിച്ച്, സഹോദരങ്ങളെ, ഇപ്പൊ അതിനെക്കുറിച്ച് വലിയ മിണ്ടാട്ടവും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ അതിന്റെ നെല്ലും പതിരും അനുസരിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ രീതി. ഞാൻ അവസാനം അദ്ദേഹം കൊടുത്തത് അൻഹു ഫി ഹാദൽ ബാബ്, അഥവാ വസ്ത്രത്തിന്റെയും അതുപോലെ തന്നെ അലങ്കാരം സ്വീകരിക്കുമ്പോഴും വിലക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് അദ്ദേഹം വേഗം പറഞ്ഞു പോവുകയാണ്. ഒന്ന്, അത്തശബ്ബുഹു മിനർ റിജാലി ബിൻ നിസാ വമിനൻ നിസാഇ ബിർ റിജാൽ. പുരുഷന്മാര് സ്ത്രീകളെ വസ്ത്രം ധരിക്കാൻ പാടില്ല, സ്ത്രീകള് പുരുഷന്മാരുടെ വസ്ത്രവും ധരിക്കാൻ പാടില്ല. അപ്പൊ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചെറിയ കുട്ടികൾക്ക് ധരിപ്പിക്കും പോലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പെൺകുട്ടികളുടെ വസ്ത്രം ആൺകുട്ടിക്ക് ധരിപ്പിക്കരുത്, ആൺകുട്ടികളുടെ വസ്ത്രം പെൺകുട്ടികൾക്ക് ധരിപ്പിക്കരുത്. ഓരോരുത്തർക്കും അതിൻ്റെതായ വസ്ത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ തശബ്ബുഹു ബിൽ കുഫാർ ഫിൽ ലിബാസ് വനഹ്വിഹി. കുഫാറുകൾ, കാഫറുകൾ മാത്രമായിട്ട്, അതായത് ഇട്ട് കഴിഞ്ഞാൽ ആ നാട്ടിലെ ഇതൊരു കാഫറുകൾ ധരിക്കുന്നതാണ് എന്ന് തോന്നണം. മുസ്ലിമുകൾക്കിടയിൽ അങ്ങനെ പ്രചരിച്ചിട്ടില്ല. മുസ്ലിമുകളും മുശ്രിക്കുകളും ഒരുപോലെ ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ ഉണ്ടാവും. ചിലപ്പോൾ മുശ്രിക്കുകളായിരിക്കും കൊണ്ടുവന്നത്, പക്ഷേ പിന്നീട് അത് മുസ്ലിമീങ്ങളും കൂടി ഉപയോഗിക്കുകയാണ് എങ്കിൽ അതിന് തശബ്ബുഹ് എന്ന് പറയപ്പെടില്ല. പണ്ഡിതന്മാർ പറഞ്ഞത് അതാണ്. പാൻറ് പോലെയുള്ള കാര്യങ്ങൾ കുഫാറുകളാണ് കൊണ്ടുവന്നത്, പക്ഷെ മുസ്ലിമീങ്ങൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്, വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഒരാൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ പാൻറ്റും ഷർട്ടും ഒക്കെ ധരിച്ചാൽ അത് കാഫറിന് എന്ത് ചെയ്തിട്ടു, തശബ്ബുഹ് ഉണ്ടായി എന്ന് പറയില്ല. എന്നാൽ കാഫറുകൾ മാത്രം ധരിക്കുന്ന ചില വസ്ത്രങ്ങൾ വെച്ച് ചില രൂപങ്ങളൊക്കെ ഉണ്ടാകും. അതൊരാൾ സ്വീകരിക്കുകയാണ് എങ്കിൽ അത് പാടില്ല, അത് അവരോട് സാദൃശ്യപ്പെടണം. അതിൽ എനിക്ക് നീയത്തില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം തശബ്ബുഹിന് നീയത്ത് വേണ്ട. നീ അങ്ങനെ ധരിച്ചാൽ തന്നെ അവരുടെ ഏതുപോലത്തെ നീ ധരിച്ചു, നീ ദൂരത്തുനിന്ന് കണ്ടാൽ ചിലപ്പോൾ നീ അവരെ പോലെയാണെന്ന് തോന്നുന്ന ഒരു കോലാണ് നീ ധരിച്ചിട്ടുള്ളതെങ്കിൽ അത് പാടില്ല. അതുപോലെ വൽഹുയല ഉഫിൽ ലിബാസ്, അഹങ്കാരത്തോടു കൂടിയുള്ള വസ്ത്രങ്ങൾ അത് പാടില്ല. അതിൽപ്പെട്ടതാണ് വൽ ഇസ്ബാൽ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നെരിയാണി വിട്ട് താഴേക്ക് വസ്ത്രം ധരിക്കുക തീർത്തും നിഷിദ്ധമായ കാര്യമാണ്, അത് പാടില്ല. വകശ്ഫുൽ ഔറ, ഔറത്ത് വ്യക്തമാകുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കുക, ആണാകട്ടെ പെണ്ണാകട്ടെ, അത് പാടില്ല. ഈ കാലഘട്ടത്തിൽ പല പുരുഷന്മാരും ഫുട്ബോൾ കളിയെന്നും മറ്റു പല പേരിലും എന്ത് ചെയ്യും, മുട്ടിന് മുകളിലുള്ള തൻ്റെ തുട പോലും വ്യക്തമാക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. അതും വളരെ ടൈറ്റുള്ള വസ്ത്രങ്ങളും ധരിക്കുന്നുണ്ട്. അത് ശരിയല്ല, യുവാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ലുബ്സുദ്ദഹബ്, സ്വർണം ധരിക്കുക, അത് ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ധരിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. കുട്ടികൾക്ക് കുറ്റമൊന്നും കിട്ടൂല, കാരണം കുട്ടികളെ അറിയില്ല. ധരിപ്പിക്കുന്ന ആൾക്കാണ് അത് പാടില്ലാത്തത്. ചിലർ ഇത്ര വയസ്സ് വരെ ധരിക്കാം, അതിനൊന്നും തെളിവില്ല. സഹോദരങ്ങളെ, പുരുഷന്മാർക്ക് അത് ധരിപ്പിക്കാനേ പാടില്ല. അതുപോലെ തന്നെ വൽ ഹരീറു ലിറിജാൽ, പുരുഷന്മാർക്ക് പട്ടുവസ്ത്രവും സഹോദരങ്ങളെ പാടില്ല. അതുപോലെ ഹൽഖുൽ ലിഹിയ, താടി വടിക്കുക എന്നുള്ളത് അത് സീനത്തല്ല. അത് ഈ ബാബിൽ അദ്ദേഹം പ്രത്യേകം പറയും. ചില ആളുകൾ സീനത്താണെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് സാധുക്കളായ ആളുകളാണ്. വെള്ളിയാഴ്ച വരുമ്പോൾ അതൊരു സുന്നത്ത് പോലെ വടിച്ചു പോകുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വിചാരിക്കും നമ്മളൊരു ഭംഗിയിലൊക്കെ വേണ്ടേ, നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ വേണ്ടേ, ഒരു കോലമൊക്കെ വേണ്ടേ എന്ന് ധരിക്കുകയാണ് സാധുക്കൾ. എന്നിട്ട് ആ വെള്ളിയാഴ്ച രാവിലെ ഒരു സുന്നത്ത് പോലെ ആഴ്ചക്ക് അങ്ങനെ വടിച്ചു പോകുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തമായ താക്കീതുണ്ട്, അത് പാടില്ല എന്നുള്ളത്. അവിടെ സമൃദ്ധമായ താടിയെ വളർത്താനാണ്
പറഞ്ഞിട്ടുള്ളത് ഈ നിലക്ക് വടിക്കാൻ അവിടുന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അദമു ഖസ്സിശാരിബ്, മീശ വെട്ടിച്ചുരുക്കാതിരിക്കുക, അത് വലിയ കൊമ്പം മീശയാക്കി അങ്ങനെ കൊണ്ട് നടക്കുക അല്ല, മീശ വെട്ടിച്ചുരുക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ സുന്നത്ത്. അതുപോലെ സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്ന സമയത്ത് അവളുടെ ശരീരത്തിൻ്റെ ആകൃതിയും വടിവും ഒക്കെ കാണുന്ന രൂപത്തിലുള്ള ധരിക്കാൻ പാടില്ല. അതേപോലെ സ്ത്രീകൾക്ക് പ്രത്യേകമായി പറഞ്ഞ കാര്യം ഇതുണ്ട്, ഇങ്ങനെയുള്ള ഔറത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അവർ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അതെല്ലാം സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ പുരികം അത് ഷെയ്പ്പ് ചെയ്യുക, അത് പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ പച്ച കുത്തുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്, ആണിനും പെണ്ണിനും ഒക്കെ ബാധകമാണ്. അതുപോലെ തന്നെ പല്ലുകൾക്കിടയിൽ, പല്ലിനെ രാഗിക്കൊണ്ട് പല്ലുകൾക്കിടയിൽ അതിനൊരു ഭംഗിക്ക് വേണ്ടി അത് വിടവുണ്ടാക്കുക എന്നുള്ളത് അത് പാടില്ലാത്ത കാര്യമാണ്. മുടി വെച്ച് കെട്ടുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. വിഗ് സ്വീകരിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ ഹൽക്കിനെ കോലം മാറ്റുന്ന രൂപത്തിൽ ഒരുപാട് രൂപത്തിൽ ആളുകൾ ചെയ്യാറുണ്ട്, അതൊന്നും പാടില്ലാത്ത കാര്യമാണ്. ഇതെല്ലാം നിഷിദ്ധമാണ്. അതുപോലെ തന്നെ താടിയോ മുടിയോ ഒക്കെ നരച്ചു കഴിഞ്ഞാൽ അത് കറുപ്പ് കൊണ്ട് ചായം പൂശുന്നതും പാടില്ല എന്ന് അദ്ദേഹം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതല്ലാത്ത നിറം കൊണ്ടാണത് നിറം മാറ്റേണ്ടത് എന്നും അദ്ദേഹം ഇത് കൊടുത്ത് ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാം, പരിശുദ്ധ ദീനുൽ ഇസ്ലാം നല്ല രീതിയിലുള്ള വസ്ത്രധാരണവും അതുപോലെ തന്നെ അലങ്കാരം സ്വീകരിക്കലും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ദീനിന് നിരക്കാത്തതായ ഒരുപാട് കാര്യങ്ങളും അവിടുന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു മനസ്സിലാക്കി വേർതിരിച്ച് പാലിച്ചു കഴിഞ്ഞാൽ പ്രതിഫലാർഹമായ ഒരുപാട് നേരം നമ്മൾ ഈ വസ്ത്രധാരണവും അലങ്കാരവും ഒക്കെ ഏതൊരു മനുഷ്യന് ആഗ്രഹമുള്ള കാര്യമാണ്. അതോടൊപ്പം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിയത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ നമുക്ക് പ്രതിഫലവും കിട്ടും എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.